Once again, good morning to you all. നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. MSME ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂർ, അത് മിനിസ്ട്രി ഓഫ് MSME ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കേരള സ്റ്റേറ്റിന്റെയും ലക്ഷദ്വീപിനും വേണ്ടിയിട്ടുള്ള ഓഫീസാണ്. ദിസ് ഈസ് മാർട്ടിൻ പി ചാക്കോ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫോർ പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസി for the office of MSME DI തൃശൂർ. MSMEയുടെ സമഗ്രമായ വികസനമാണ് ഈ മിനിസ്ട്രിയുടെതും ഈ ഓഫീസിന്റെയും പ്രഥമ ഘടകം. ആ ലക്ഷ്യം മുൻനിർത്തി പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസിയുടെ ഭാഗമായ വെണ്ടർ ഡെവലപ്മെന്റ് മീറ്റ്, അതാണ് നമ്മളിവിടെ ഓർഗനൈസ് ചെയ്യുന്നത്. ഈ വെണ്ടർ മീറ്റ് ഏകദേശം എല്ലാ MSME ഫ്രട്ടേണിറ്റിക്കും വളരെ പരിചിതമാണ്. ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, കോവിഡ് പീരീഡിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് MSME സെക്ടറിന്റെ സ്ട്രഗിളിംഗ് ടൈം, ഇത് ഗവൺമെന്റ് വളരെയേറെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. തദവസരത്തിൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്, PSUs, public sector from government side as well as from private side also, ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളിലൂടെ MSMEനെ സഹായിക്കാൻ സാധിക്കും. അവർക്ക് വേണ്ട വ്യവസായ പ്രചോദനം നൽകുവാൻ ഇത്തരത്തിലുള്ള പ്രോഗ്രാമിന് എന്തുമാത്രം സാധിക്കും എന്നതിലേക്കുള്ള എത്തിനോട്ടമാണ്. ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് സസന്തോഷം നമ്മുടെ കേരള ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ജ്യോതിലാൽ IAS അവർകൾ സമ്മതിച്ചത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഭാഗ്യമായി കണക്കാക്കാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രോഗ്രാമിലേക്ക് ഈ ഓഫീസിന്റെ ഹെഡ് ഓഫ് ദി ഓഫീസും ജോയിന്റ് ഡയറക്ടറുമായ ശ്രീ GS പ്രകാശ് സാർ, അദ്ദേഹമായിരിക്കും ഈ പ്രോഗ്രാം പ്രിസൈഡ് ചെയ്യുക. അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സസന്തോഷം ഞാൻ സ്വാഗതം ചെയ്യുക. വെൽക്കം സാർ ടു ദി പ്ലാറ്റ്ഫോം ഫോർ ദ ഫംഗ്ഷൻ. രണ്ടാമതായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ശ്രീ ജ്യോതിലാൽ IAS അവർകൾ നമ്മോടൊപ്പം ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞു. അദ്ദേഹം വളരെ കൃത്യസമയത്ത് തന്നെ നമ്മോടൊപ്പം എത്തിയത് തന്നെ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പ്രോഗ്രാമിനോടുള്ള അഭികാമ്യതയാണ്. അദ്ദേഹം ഈസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ഗവൺമെന്റ് ഓഫ് കേരള in the portfolio transport, Devasam, Guard, and also he is looking after aviation, metro, railway portfolios. Adeham academically he is a technocrat. Adeham IIT Madrasil ninnu BTech edukukayum pinnീട് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. So both the way, he is a technocrat as well as a managerial expert. Adeham, he is an IAS officer of Kerala cadre of 1993 batch. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ വളരെ നോട്ടീസബിൾ ആയിട്ടുള്ള പ്രക്രിയകൾ നമുക്ക് എടുത്തു പറഞ്ഞാൽ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്, കൊച്ചി മെട്രോ റെയിൽ പ്രോജക്ട്, ഇതെല്ലാം റിയാലിറ്റി ആയതിന്റെ പിന്നിൽ he is a top brass figure in both these events. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക്, സർ, we are honored, really we are honored
to welcome you to this platform. A very hearty welcome to you, sir. അടുത്തതായിട്ട് നമുക്ക് ഞാൻ ഈ പ്രോഗ്രാം എല്ലാവർക്കും അറിയാം. ഇത് പല 6 PSUs പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ചേർന്നുകൊണ്ട് MSME എങ്ങനെ പ്രചോദനം നൽകുക എന്നൊരു ഇവന്റാണ്. ഇതില് ഇനി അടുത്തത് ഓരോ PSUസിനെയും അവരുടെ പ്രാധാന്യം വളരെ വലുതാണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഇക്കണോമിയിലും MSMEയിൽ വളരെയേറെ ഏറ്റവും അധികം ഏർണിങ്സ് അഗ്രികൾച്ചർ കഴിഞ്ഞാൽ MSMEയിൽ നിന്നുള്ള ഏർണിങ്സ് ആണ് കേരളത്തിന്റെ ലൈവ്ലിഹുഡ്. ആ ഒരു സെക്ടറിനെ പ്രോത്സാഹിപ്പിക്കാൻ എത്തിയിട്ടുള്ള PSUസിനെ ഞാൻ എല്ലാവരെയും ഓരോന്നായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതില് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അവിടെ റീജിയണൽ ഓഫീസ് ട്രിവാൻഡ്രത്തുണ്ട്. റീജിയണൽ ഓഫീസിൽ നിന്നാണ് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവിടെ 9 സബ് ഓഫീസുകൾ, ഡിസ്ട്രിക്ട് ബേസിലുള്ള 9 സബ് ഓഫീസുകളും ഈ പ്രോഗ്രാമിനോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സജി മാത്യു ഈസ് AGM. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൊളീഗ്സിനെയും ഒരേപോലെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം സാർ ടു ദിസ് പ്ലാറ്റ്ഫോം. രണ്ടാമതായി കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് വളരെ നോട്ടീസബിൾ ആയിട്ടുള്ള ചേഞ്ചസ് പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസിയിലും അതിന്റെ ഇംപ്ലിമെന്റേഷനിലും ഓരോ തരത്തിലും ബിഡ് ഇൻവൈറ്റ് ചെയ്യുമ്പോഴും MSMEയോട് വളരെയേറെ കൈകോർത്ത് പോകുന്ന ഒരു പബ്ലിക് സെക്ടറാണ് പബ്ലിക് പോർട്ട് ട്രസ്റ്റ്, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്. അവിടെ നിന്ന് ബഹുമാന്യനായ ചീഫ് മെക്കാനിക്കൽ എഞ്ചിനീയർ തന്നെ ശ്രീ V. വിനയ് പാണ്ഡ്യൻ സാർ, അദ്ദേഹത്തിന്റെ കൊളീഗും നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ പ്രസന്റേഷൻസ് പിന്നീട് കേൾക്കാം. സാർ, യു ആർ വെൽക്കം ടു ദിസ് പ്ലാറ്റ്ഫോം. അടുത്തതായിട്ട് കൊച്ചിൻ മെട്രോ റെയിൽ ലിമിറ്റഡ്. നമ്മള് പ്രാഥമികമായിട്ട് ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ തന്നെ 2-3 PSUസിന്റെ സപ്പോർട്ട് കൂടിയാണ് നമ്മൾ ആരംഭിച്ചത്. അതിലൊന്നാണ് KMRL. അത് മറക്കാൻ പറ്റാത്ത കോൺട്രിബ്യൂഷൻസ് ആണ് അവർ ഈ പ്രോഗ്രാം നടത്തുവാനും ഇതിന് പ്രചോദനമായി തീർന്നിട്ടുള്ളത്. അതിൽ ഏകദേശം അതിന്റെ ഡയറക്ടർ ശ്രീ DK സിൻഹ, അതിന്റെ GM ശ്രീ മണികണ്ഠൻ സാർ, സീനിയർ DGM ശ്രീ ശ്രീജിത്ത്, ശ്രീ ജോസഫ് സിബി, മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികൾ, അവരുടെ MDയോടൊപ്പം തന്നെ അവരെ ഒരു വലിയൊരു ടീം തന്നെയാണ് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓൾ ആർ വെൽക്കം ടു ദിസ് ഓഗസ്റ്റിക് ഫംഗ്ഷൻ സർ. വെൽക്കം ടു യു സർ. അടുത്ത പ്രാധാന്യമല്ല, എല്ലാവരും ഈക്വൽ ആയിട്ട് പ്രാധാന്യം അർഹിക്കുന്നു. വളരെ ലേറ്റ് ആയിട്ടാണെങ്കിൽ പോലും ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, വിച്ച് ഈസ് കമ്മിങ് അണ്ടർ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അവരെ നമ്മള് അവരും ഇതിന്റെ ഒരു ഭാഗമായിട്ട് ചേർന്നിട്ടുണ്ട്. മേ ബി ലിറ്റിൽ ബിറ്റ് ലേറ്റ് വി ഹാപ്പൻ ടു കോണ്ടാക്ട് ദം. അവരുടെ പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസിയും വെണ്ടർ ഡെവലപ്മെന്റ് ഭാഗമായിട്ടുള്ള പ്രസന്റേഷനുമായിട്ട് ശ്രീ രഞ്ജിത്ത്, സീനിയർ പർച്ചേസ് ഓഫീസർ, ഹാസ് ജോയിൻ വിത്ത് us. Sir, welcome to this platform. ശ്രീ രഞ്ജിത്ത് sir. നമ്മോടൊപ്പം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, അവരുടെ പ്രതിനിധികൾ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. അവരുടെ പ്രസന്റേഷൻസ് ഉണ്ടാകുകയില്ല. എന്നിരുന്നാൽ കൂടി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രൊക്യൂർമെന്റിനോട് ബന്ധപ്പെട്ട പ്രതിനിധികൾ ഈ ഇവന്റിനോട് ത്രൂ ഔട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ IIT പാലക്കാട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലക്കാട്, അവിടെ നിന്ന് ശ്രീ ത്യാഗരാജ്, അദ്ദേഹമാണ് ഡെപ്യൂട്ടി രജിസ്ട്രാർ. അദ്ദേഹത്തിന്റെ പ്രൊക്യൂർമെന്റ് ഓഫീസേഴ്സ് നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. അവരും ഈ പ്രോഗ്രാം വളരെയേറെ ഉത്സാഹത്തോടുകൂടി വാച്ച് ചെയ്യാനും ഇതിന്റെ ഇൻഫർമേഷൻസ്, പ്രത്യേകിച്ച് ട്രെഡ്സും ജെമ്മും മനസ്സിലാക്കാൻ കൂടിയാണ്. Both of you are welcome to this program, sir. ഈ പ്രോഗ്രാമിന് നമ്മള്
പബ്ലിക് സെക്ടറും MSME മാത്രമല്ല പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ കൂടി നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നു. അതിൽ ഏറ്റവും പ്രാധാന്യമേറിയതാണ് ട്രേഡ് റിസീവബിൾസ് ഡിസ്കൗണ്ടിംഗ് സിസ്റ്റം. ഈ കാലാവസ്ഥയിൽ നമുക്ക് ധാരാളം ഗ്രിവൻസുകൾ കിട്ടുന്നുണ്ട്. നമ്മുടെ മിനിസ്ട്രിയുടെ ഗ്രിവൻസ് പോർട്ടലിൽ ധാരാളം ഗ്രിവൻസുകൾ കിട്ടുന്നതിൽ ഏകദേശം 70% ഗ്രിവൻസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പേയ്മെന്റ് കിട്ടിയിട്ടില്ല സാർ. ഞങ്ങളുടെ പേയ്മെന്റ് our payments are delayed. We are not able to operate our mechanism, our business. Please help us. ഇത്തരത്തിലൊരു ആശ്വാസം പകരുന്ന ഒരു പ്രക്രിയയാണ് ട്രെഡ്സിലൂടെ നമ്മൾ ഈ സെഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കൈകാര്യം ചെയ്യുന്നത് ശ്രീ കൃഷ്ണകുമാർ. He belongs to Axis Trades Limited Invoice Mart. അദ്ദേഹം ട്രെഡ്സ് എന്താണെന്ന് വിശദീകരിക്കും വളരെ സിമ്പിൾ ആയിട്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, സസന്തോഷം സ്വാഗതം ചെയ്യും ശ്രീ കൃഷ്ണകുമാർ. അതുപോലെ തന്നെ പ്രാധാന്യം ഉള്ള ഒരു മേഖലയാണ് ജം. എല്ലാവർക്കും അറിയാം, ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ്. PSUs എല്ലാവരും അതിൽ രജിസ്റ്റേർഡ് ആണ്. ഗവൺമെന്റ് പർച്ചേസ് എല്ലാം ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസിലൂടെ മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ആ പ്രോഗ്രാം പല MSME വെണ്ടേഴ്സിനും അത്ര പരിചയമല്ല. എങ്ങനെയാണ് അതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്, എത്തരത്തിലാണ് ഒരു ബിസിനസ് വെണ്ടറായിട്ട് അതിൽ പങ്കെടുക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ടെൻഡറിൽ പങ്കെടുക്കുന്നത്, എങ്ങനെയാണ് ബിഡിൽ പങ്കെടുക്കേണ്ടത്, ആ കാര്യങ്ങൾ വളരെ വ്യക്തമായും ലളിതമായും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ കൂടെ ശ്രീ മനീഷ് മോഹൻ ജി. ഈസ് സീനിയർ ബിസിനസ് ഫെസിലിറ്റേറ്റർ ഓഫ് ജം. Yes, John with us. Welcome, sir. Welcome, Sri Manish. Thank you, sir. ഇതില് ക്ലാസ്സുകൾ എടുക്കുന്ന പ്രധാന വ്യക്തികളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് പാർട്ടിസിപ്പൻസ്. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് പാർട്ടിസിപ്പൻസിനെ ഓരോരുത്തരായിട്ട് ഇൻവൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് സാധ്യമല്ലാത്തതിനാൽ എല്ലാവരെയും ഇൻഡിവിജ്വലി heartfelt welcome to each and everyone. എല്ലാ MSMEകളെയും എല്ലാ വെണ്ടേഴ്സിനെയും സസന്തോഷം ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ഇത് വളരെ സന്തോഷത്തോടെ മനസ്സിലാക്കുകയും ആവശ്യമായ ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും. പലപ്പോഴും ക്ലാസ്സുകൾ നടക്കുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പോഴപ്പോൾ ചോദിക്കാൻ കുനിയാതെ അത് കുറിച്ചു വെക്കുക. അതല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്കത് എഴുതാം, നിങ്ങൾക്കത് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ എഴുതുന്ന ഓരോ ചാറ്റ് ബോക്സിന്റെ മെസ്സേജിനും ഞങ്ങൾ മറുപടി തരാൻ ബാധ്യസ്ഥരാണ്. തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ സമയം കിട്ടും, ചോദ്യോത്തര വേളയിൽ സമയം കിട്ടും. അഥവാ മറന്നുപോയാൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ എഴുതിയിടുക. നിങ്ങളുടെ എവറി ക്വസ്റ്റ്യൻ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ. ഈ പ്രോഗ്രാമിന് ഏറ്റവും അത്യുത്തമമായ കാര്യമാണ് ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരം നേടുക. ഓൾ MSME vendors and participants are cordially welcome. A very cordial welcome to you all, sir. നമ്മുടെ ഓഫീസേഴ്സ്, ഈ MSME ഓഫീസിൽ നിന്നും ജോയിന്റ് ഡയറക്ടർ കൂടാതെ മറ്റു ഓഫീസർമാർ, ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് and a whole team has joined with us. All are welcome to this platform and all are requested to continue with the event. Thank you very much. Now I welcome Sri G.S. Prakash sir to deliver his presidential address. Thank you, Mr. Martin. I think our chief guest has to has another function by 11 o'clock. So I will be very brief. Sri K.R. Jodhilal, IAS, Principal Secretary and Managing Director of Kochi Metro. Sri Manish Mohan, Senior Business Facilitator of JEM. Sri Krishna Kumar, General Manager of Axis Trades. Sri Saji Matthew, AGM Food Corporation. Sri V. Viray Pandian, Chief Mechanical Engineer, Kochi Port Trust. Joseph CB, AGM Kochi Metro Rail Limited. Sri Ranjit, Head of Sri Chitra Chirunal Institute of Medical Science. And participants and officers from IIT. My fellow officers from MSMEDA, Sri Martin P. Chako, Assistant Director, Coordinator of the program, Sri Suresh Babu, Sri K.K. Pillai, President, Kochi Export Processing Zone, other industry association people, and dear friends.
we all know it is very important to have a vendor system which is very close to, geographically also very close to the business which we are operating on. കാരണം നമുക്ക് ഇപ്പോഴത്തെ ഒരു കോവിഡിന്റെ ടൈമിൽ നമ്മൾ കണ്ടതാണ്, ഈവൻ നമ്മുടെ പ്രയോറിറ്റി സെക്ടർ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും എസെൻഷ്യൽ സെക്ടർ ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ പോലും നമ്മുടെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം നമുക്ക് പലപ്പോഴും മാനുഫാക്ചർ ചെയ്യാൻ സാധിച്ചില്ല. It is very important that we have got partners, vendors very close to our geographical proximity. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന നിരവധി PSUs ഉണ്ട്, സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഉണ്ട്. BPCL ആയാലും, കൊച്ചിൻ ഷിപ്പ്യാർഡ് ആയാലും, കൊച്ചി പോർട്ട് ട്രസ്റ്റ് ആയാലും, ISRO ആയാലും, Indian Railway ആയാലും. How far they are able to find the vendors from within the state? That is a very vital question. അപ്പോൾ ഇവിടെ നമ്മൾ this program is basically to establish a linkage between the public sector undertakings or the large scale enterprises and the MSMEs. So ഒരു vendor development meetilude you cannot become a vendor, but we are giving a linkage, because suppose you want to go to, if you want to visit a Kochi Port Trust or a Kochi shipyard, to just get inside their premises itself is a big task. So here we are trying to give you bringing the concerned officers here and explain their vendor procedure, what are the opportunities to do business with such enterprises, and what is their vendor registration format, and how we can proceed further. That is the basic information, and you can interact with them also. It is actually a win-win situation, both for the CPSUs or PSUs and SMEs. Apart from that, as Mr. Martin has pointed out, the public procurement policy, 25% of the procurement is mandatory to be procured from MSME, central public sector undertaking, central government department, 25% has to be procured. As all of you know, that 10% of our GDP is actually, the public procurement constitutes about 10% of the GDP. It's a huge amount. Put together the government of India and state government, put together the total purchase if you take, it's a huge amount. So even the 25% of it comes, it's a very big amount for the MSMEs. It's a big market. So like the central public procurement, many states also got their own state public procurement. Kerala government has their own state public procurement policy. In the public procurement policy, 25%, within the 25%, 4% is for women entrepreneurs, SC/ST entrepreneurs, 3% for women entrepreneurs. That is also a challenge. Many of the public sectors are not able to find out the right vendors from these categories. So these type of programs also has to focus these areas also. Apart from that, as Mr. Martin pointed out, TREDS, Trade Receivable E-Discounting System, which is a platform to facilitate the immediate payment for the MSMEs, because the MSMEs face a huge challenge in terms of delayed payment and their working capital management. അപ്പോൾ ഈ ഡിലേഡ് പേയ്മെന്റ് ആണ് ഒരു മെയിൻ ഇഷ്യൂ ആയിട്ടുള്ളത്. ആ ഡിലേഡ് പേയ്മെന്റിനെ അഡ്രസ് ചെയ്യാൻ ഒരു പരിധിവരെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ട്രെഡ്സ്. ഇറ്റ്സ് എ ബിൽ ഡിസ്കൗണ്ടിങ് സിസ്റ്റം. RBI നിർദ്ദേശപ്രകാരം 3 പ്ലാറ്റ്ഫോമുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ട്. GEM, again, government e-market. See, government e-market is more than 50,000 buyers. Mostly government departments are registered as buyers in the government e-market. Roughly around 1,50,000 rupees purchases has been made through GEM. So when you place your product in the GEM, you are directly reaching to 50,000 government departments. So you should consider very seriously to place your product in the GEM and to try to reach to the government departments. So this program is basically to bring all these stakeholders together and to interact. So I wish the program will be a success. And I congratulate the organizers, Coordinator Martin Chacko and Sidesh Babu, for organizing such a wonderful event. And I also thank
Sri K.R. Jodhilal IAS for taking his valuable time and to come and inaugurate. Without time wasting much time, I request Sri K.R. Jodhilal IAS to deliver the welcome address. The inaugural address. Thank you. Respected Joint Director MSME Sri Prakash, Sri Martin Chako, Sri Krishna Kumar, and other representatives from the PSUs and my dear friends. In fact, I don't know whether I am the right person to inaugurate it, but since he had given me an opportunity to share some of my thoughts, I handle Kochi Metro apart from my duties in the transport and aviation and all. So at least maybe the COVID is a good eye opener for all of us. It's a ലോകം ഒറ്റ മാർക്കറ്റ് പ്ലേസ് ആവുന്ന ഒരു WTO കണ്ടീഷൻസ് വെച്ചിട്ട് the world whoever is able to produce at the cheapest rate, the best quality and ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എവിടെയാ സാധനം കിട്ടുന്ന അല്ല മാനുഫാക്ചർ ചെയ്യുന്ന ആ സ്ഥലത്തിന് that everyone has to procure from there. ഓപ്പൺ മാർക്കറ്റ് എന്നുള്ള ആ ഒരു സ്ഥിതിയിൽ നിന്ന് ലോകം മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം ബിക്കോസ് ഓഫ് കോവിഡ് കാരണം പല സാധനങ്ങളും ഇപ്പം നേരത്തെ പറഞ്ഞ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് API, they are all supposed to come from China. The world was over dependent on one country. So adu mari, people reliance to self-reliance. You need to think of what is having everything produced at least in your country, so that this disruption don't happen. So COVID in that way is a very disruption aanu. So ആളുകളുടെ മൈൻഡ് ചേഞ്ച് ചെയ്തു. രണ്ട്, മനുഷ്യന് അത്യാവശ്യമുള്ള സാധനങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ബിക്കോസ് people can suffer live with whatever is essential. സോ ഈ 2-3 പാഠങ്ങളാണ് കോവിഡ് പഠിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു അതൊരു വലിയ ഗ്രേറ്റ് ലെസൺ ആണ്. ഇറ്റ്സ് എ കറക്ഷൻ ഓൾസോ ഫോർ ദി വേൾഡ്. സോ കമ്മിങ് ബാക്ക് ടു ദി കൊച്ചി മെട്രോ, അറ്റ്ലീസ്റ്റ് ഐ ക്യാൻ ടെൽ, we procure most of the coaches are from Alstom, and defect liability period gets over in 2021. അതുകൊണ്ട് ഇത് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഓപ്പൺ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് സ്പെയർ പാർട്സ് വേണ്ടി വരും, അതേപോലെയുള്ള ഇതിന്റെ മെയിൻ്റെനൻസും സ്പെയർ പാർട്ട് സപ്ലൈയും. ദിസ് ഈസ് അനദർ ബിഗ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്ത്യൻ MSMEs. സോ അതുകൊണ്ട് ഈ രംഗത്തിലേക്ക് എനിക്ക് 1-2 ഐഡിയാസ് പറയാനുള്ള. ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് ചൈനയിൽ ഏറ്റവും ചീപ്പസ്റ്റ് ലേബർ മാറിയിട്ട് ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിന്റെ യുഗത്തിലേക്ക് മാറിയാണ്. 5G, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് 3D പ്രിന്റിംഗ്, ഇത് വലിയൊരു വിപ്ലവകരമായ മാറ്റം വരുത്താൻ പോവുകയാണ്. കാരണം നിങ്ങളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇന്നിപ്പോ സെക്കൻഡ് ജനറേഷൻ EVs മാനുഫാക്ചർ ചെയ്യുന്ന ഒരുപക്ഷെ ഡീസലിനെ കാട്ടിയും കുറഞ്ഞ റേറ്റിൽ അവർ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ യു ഡോണ്ട് നീഡ് സോ മച്ച് മാൻ പവർ, ബട്ട് യു നീഡ് ടെക്നിക്കലി ക്വാളിഫൈഡ് പീപ്പിൾ ഹു ക്യാൻ മാൻ ദി മെഷീൻസ്. സോ അന്നേരം ഞാൻ നോക്കിയായിരുന്നു, ഞങ്ങൾക്ക് കൊച്ചി മെട്രോയ്ക്കുള്ള സ്പെയർസ് ഞാൻ തന്നെ പറഞ്ഞ ഒരു ഡിജിറ്റൽ പ്രിന്റിംഗ് മെഷീൻ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള സ്പെയർ പാർട്സ് എല്ലാം വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഡിജിറ്റലി പ്രിന്റ് ചെയ്യാൻ പറ്റും, അല്ലെ 3D പ്രിന്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തന്നെ പ്രിന്റ് ചെയ്യാം. സോ ഇത് ഒരു MSMEക്ക് ഒരു വലിയൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സ്പെയർ പാർട്സിന് ഇതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ആയാലും മറ്റുള്ള PSUs എല്ലാം. സോ അത് എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള MSMEs ഷുഡ് തിങ്ക് ഓഫ് എന്തൊക്കെയാണ് സ്പെയർ പാർട്സ് ആവശ്യമായിട്ടുള്ള. ഇപ്പൊ ഈ വർഷം കൊണ്ട് ഞങ്ങളുടെ ഡിഫക്ട് ലയബിലിറ്റി പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ അൾസ്ട്രോമിന്റെ ഹൈ റേറ്റ് കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിക്കണം. എന്നാൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഇതേ സാധനം നമുക്ക് കുറഞ്ഞ റേറ്റിൽ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് എ ബെസ്റ്റ് തിങ്. സോ ക്വാളിറ്റി, കോമ്പറ്റീറ്റീവ്നെസ് ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ, ഇത് രണ്ടെണ്ണം if our MSMEs can achieve, I think it is a big market which is opening. Second, actually the Honorable Chief Minister has gone to meet the Honorable Prime Minister. So ഞങ്ങൾ ചോദിക്കുന്ന ഒരു പ്രോജക്റ്റ് ഇതുപോലുള്ള കൊച്ചി മെട്രോനെ കാട്ടിയും വലിയ ബൃഹത്ത്, ആൾമോസ്റ്റ് $10 billion ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഹൈ സ്പീഡ്, സെമി ഹൈ സ്പീഡ് 200 km സ്പീഡിലുള്ളതാണ്. അതിന് സെയിം തിങ് വിൽ ഹാപ്പൻ. യു നീഡ് ലോട്ട് ഓഫ് കമ്പോണൻസ് വിച്ച് നീഡ് ടു ബി മാനുഫാക്ചർഡ്. ഇലക്ട്രിക്കൽ ആയാലും ഇലക്ട്രിക്കൽ ട്രാക്ഷൻ ആയാലും കോച്ചസ് ആയാലും അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ദിസ് എ വെരി ബിഗ് മാർക്കറ്റ് വിച്ച് ഈസ് ഓപ്പണിംഗ് അപ്പ്. അതിൽ ഒരു കണ്ടീഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചോദിച്ച ഇത് തന്നെയാണ്. നേരത്തെ പറഞ്ഞല്ലോ 25% പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസി പ്രകാരം 25% MSME ഉണ്ടോ എന്നുള്ള മിനിസ്റ്റർ സെപ്പറേറ്റ് ചോദിച്ച് ഞങ്ങൾ എഴുതി അവസാനം കൊടുത്ത് 25% ഞങ്ങൾ MSME വാങ്ങിക്കാന്നുള്ള കണ്ടീഷൻ, അതായത് ആത്മനിർഭർ ഭാരത്
പദ്ധതിയുടെ പാർട്ടായിട്ട് വി വിൽ പ്രൊക്യൂർ ഓൺലി ഫ്രം ഇന്ത്യൻ MSMEs. 25% 10 ബില്യൺ 66,000 കോടിയുടെ 25% ഇറ്റ്സെൽഫ് ഇസ് എ ബിഗ് എമൗണ്ട്. സോ അതാണ് രണ്ടാമത് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെയാണ് നമ്മുടെ വാട്ടർ മെട്രോയിൽ ഇപ്പോൾ 700 കോടിയുടെയാണ് ഇൻവെസ്റ്റ്മെന്റ് എങ്കിലും അതിലും ഇപ്പം കമ്പണന്റ് ഇപ്പൊ LTO ബാറ്ററി മാനുഫാക്ചറിങ് ഉണ്ട്. വി ഹാഡ് ഡിസ്കഷൻ വിത്ത് തോഷിബയുടെ ഹെഡുമായിട്ട്. അവർ ആക്ച്വലി ടൈറ്റാനിയം കേരളത്തിലുണ്ട്, ലിത്തിയം ടൈറ്റാനിയം ഓക്സൈഡ് LTO ബാറ്ററിയാണ് ഇപ്പൊ നമ്മൾ ഈ വാട്ടർ മെട്രോയിൽ ഉപയോഗിക്കുന്നത്. അത് യഥാർത്ഥം ഇവിടെ അസംബിൾ ചെയ്യാവുന്നേ ഉള്ളൂ. ദി സെൽസ് അവിടെ കൊണ്ടുവന്നാൽ അറ്റ്ലീസ്റ്റ് ഇറ്റ് ക്യാൻ ബി അസംബിൾഡ് ഹിയർ. യു ക്യാൻ മാനുഫാക്ചർ ദി ബാറ്ററി പാക്സ് ഹിയർ. സോ ബാറ്ററി പാക്ക് മാനുഫാക്ചറിങ് അതിനി പുതുതായിട്ട് ഇന്നിപ്പം ഡീസലിന്റെയും പെട്രോളിന്റെയും വില കൂടുന്നതുകൊണ്ട് പലരും ഇലക്ട്രിക് മൊബിലിറ്റിയിലേക്ക് മാറിയാണ്. അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ നോക്കിയപ്പം കേരളത്തിൽ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. കോയമ്പത്തൂരിൽ ഇതിലും കൂടുതൽ ധാരാളം ആ ഒരു എക്കോസിസ്റ്റം വളർന്നിട്ടുണ്ട്. സോ അന്നേരം ഈ ഒരു വലിയ കമ്പനി വരുമ്പോൾ അതിന് ചുറ്റുപറ്റി ദാറ്റ് എൻ്റയർ എക്കോസിസ്റ്റം ഹാസ് ടു ഗ്രോ. എങ്കിലേ ഒരാൾ മാത്രം ഉണ്ടായതുകൊണ്ട് no industry can grow. So that a complete ecosystem we need to develop in and around. That is I think ചൈനയുടെ സക്സസ്സും അതാണ്. വി കനോട്ട് സേ ദാറ്റ് നമ്മൾ പല കാര്യത്തിലും ചൈനയെ നമ്മൾ പറയുമെങ്കിലും അവർ എവിടെ ഏത് ഇൻഡസ്ട്രി എടുത്തിട്ടുണ്ടോ അവർ ദേ ബിൽറ്റ് ദി എക്കോസിസ്റ്റം, വെദർ ഇറ്റ് ഈസ് ഫ്യൂൽ സെൽ, വെദർ ഇറ്റ് ഇലക്ട്രിക് മൊബിലിറ്റി, യു ടേക്ക് എനിത്തിങ് ദേ ഹാവ് ബിൽറ്റ് ദാറ്റ്. സോ അത് ഇറ്റ്സ് എ ഗുഡ് മോഡൽ ടു ഫോളോ. അതിപ്പോ അതാണ് മൂന്നാമത് എനിക്ക് പറയാനുള്ള കൊച്ചി മെട്രോയുമായിട്ടുള്ള വാട്ടർ മെട്രോയുടെ ഈവൻ ദി കമ്പോണൻസ് ഇൻക്ലൂഡിംഗ് ബാറ്ററി പാക്സ് പ്ലസ് motors also we don't have many manufacturers. So I think this is another area. ഇത് ഡിഫക്ട് ലയബിലിറ്റി പീരീഡ് കഴിയുമ്പോഴുള്ള സ്പെയർ പാർട്സിനുള്ള റിക്വയർമെന്റ്. ഇതാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ വേറൊരു പോയിന്റ് ആണ് വളരെ ട്രേഡ് റിസീവബിൾസ്. സാധാരണ റിസീവബിൾ ഇറ്റ്സ് ലൈക്ക് liquidity cash is a reality, and without cash you cannot survive. One, market share and market growth is very important. Your EBITDA margin is another very important thing. So but liquidity is very important as far as MSMEs are concerned. So other than these trade receivables, especially in COVID time, we are not able to get. Earlier we started with PWD bill discounting. Contractor mark 5 വർഷം 10 വർഷം എടുക്കുമ്പോൾ we tied up with the Federal Bank and then bill discount ചെയ്യുമായിരുന്നു. That's a very good system. Even ഞങ്ങളിപ്പം KSRTC പെൻഷനും അങ്ങനെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. We pay with 10% later on. So this trade receivables, I think TREDS is one of the best initiative. I think all of you should make use of it. Pinna one point which you was mentioning here, government already MOHUA, Ministry of Housing Urban, has told all the PSUs under the Ministry of Housing Urban that GEM portal we should do the procurement. ഇന്നിപ്പം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ഇന്നിപ്പം ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന എല്ലാം ജെമ്മിൽ അല്ലാതെ ജെമ്മിലുള്ള ഒരു സാധനം ജെമ്മിൽ ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ചെയ്താൽ മാത്രമേ വെളിയിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് all of you must register in GEM. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. എന്റെ റൂമിന്റെ തൊട്ട് ബാക്കിൽ ഒരു വർഷം കാണാമെന്ന് അറിയില്ല, ഇവിടെ ഇരിക്കുന്നത് കൊറോണ ഫിൽട്ടർ. സോ ജസ്റ്റ് ബാക്കിൽ കാണുന്ന അത് ഒരാൾ കേരളത്തിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്താണ്. അതായത് ഹിപ്പ ഫിൽറ്ററിനെക്കാട്ടിയും കുറച്ചും കൂടെ എഫക്റ്റീവ് ആണെന്നുള്ളതാണ് ഇപ്പൊ സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഉണ്ടാകുന്നത്, അതായത് ഒരു റൂമിൽ കൺഫൈൻഡ് റൂമിൽ ഇരിക്കുമ്പോൾ അതിനകത്തുള്ള കംപ്ലീറ്റ് ഇതിനെയും വൈറസിനെയും സക്ക് ചെയ്ത് അതിനെ ബേൺ ചെയ്ത് ഇറ്റ് മേക്സ് ഇറ്റ് കൊറോണ ഫ്രീ എന്നാണ് ഇന്നിപ്പോ രാജീവ് ഗാന്ധി സെന്റർ സർട്ടിഫൈ ചെയ്ത് തന്നിരിക്കുന്നത്. ഐ വാണ്ടഡ് ടു പ്രൊക്യൂർ ഇറ്റ്. ആദ്യം ഇപ്പൊ ഞാൻ ഐ എം ഡൂയിങ് എ ട്രയൽ. ഐ തിങ്ക് സക്സസ്ഫുൾ ആണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ മേജർ. ഇത് കേരളത്തിൽ തന്നെ ഒരു ഡെവലപ്പ് ചെയ്തൊരു സാധനമാണ്. പക്ഷേ പ്രൊക്യൂർ ചെയ്യാൻ നോക്കുമ്പോൾ ജെമ്മിലില്ലാതെ എനിക്ക് പ്രൊക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. സോ അവസാനം ഇന്നിപ്പം ഇവര് ആദ്യം പറഞ്ഞു, സാർ ജെമ്മ് അത് വലിയൊരു പ്രശ്നമാണ്, അതൊക്കെ ജെമ്മിൽ പോകാൻ സാർ ഓപ്പൺ ടെൻഡർ വിളിക്ക്. സി പ്രോഡക്റ്റ് ഈസ് വെരി ഗുഡ്, അന്ന് ഇറ്റ്സ് എ വെരി ഗുഡ് മാർക്കറ്റ്. കാരണം ഇന്നിപ്പോ എയർ കണ്ടീഷൻ റൂമിൽ ഇരിക്കുന്ന ധാരാളം കോൺഫറൻസ് ഹാളിലും എല്ലാം ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും. കാരണം കംപ്ലീറ്റ് കൊറോണ വൈറസ് ഫ്രീ ആകും. നമ്മൾ ആ റൂമിനകത്ത് കൊറോണ ഉള്ള ഒരാൾ വന്നാൽ കൂടി ഇറ്റ് വിൽ മേ ബി ഇറ്റ് സക്സ് ദി എയർ ആൻഡ് വാട്ട് ഇസ് കിൽ ദി വൈറസ്. എനിക്ക് മിനിസ്റ്ററുടെ മീറ്റിംഗ് 11 മണിക്കുണ്ട്. സോ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ദി ട്രേഡ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ ട്രേഡ് റിസീവബിൾസിനുള്ള ട്രെഡ്സും ഇറ്റ്സ് ഓൾസോ ബി വെരി യൂസ്ഫുൾ. ഇന്നത്തെ മീറ്റിംഗിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ KMRLന്റെ തന്നെ പ്രൊക്യൂർമെന്റ് ഹെഡ് പുള്ളി പ്രസന്റ് ചെയ്യുന്നുണ്ട് ആ ഡീറ്റെയിൽസ്. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഇറ്റ് ക്ലാരിഫൈഡ്. With these few words, let me thank you once again for giving an opportunity to share some of my thoughts. Thank you.
താങ്ക് യു വെരി മച്ച് സാർ. വളരെ നന്ദിയോടെ ഞങ്ങൾ സാറിന്റെ വാക്കുകൾ ഈ MSME സെക്ടറിനും PSUസിനും പ്രചോദനമായിരിക്കുമെന്ന് ഞാൻ ആശംസിക്കുന്നു. We are gracious, we are deeply honored with your gracious presence. Thank you very much, sir. Now we proceed further. നമ്മളിനി സെഷൻസിലേക്ക് പോവുകയാണ്. ആദ്യം നമുക്ക് 3 സെഷൻസ് ഉണ്ടാവും. പ്രിലിമിനറി സെഷൻസ്, അത് പ്രധാനപ്പെട്ട ജനറൽ സെഷൻസ് ആണ്. അതിൽ ഏറ്റവും ആദ്യം ഉള്ളത് പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസിയാണ്. We are quickly moving to sessions. നമ്മൾ ആദ്യം സെഷൻ പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസിയെ പറ്റിയുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം 2012 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ MSME സെക്ടറിനെ എങ്ങനെ മാർക്കറ്റിംഗിൽ സഹായിക്കാം, അവരുടെ പ്രോഡക്റ്റുകൾ. നമുക്കറിയാം MSMEയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ വോളറ്റൈൽ ആണ്. അതില് ഗവൺമെന്റ് ഇറ്റ്സെൽഫ് എങ്ങനെയാണ് അവരെ ഒരു ഫെസിലിറ്റേറ്റർ ആകുക, അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് 2012 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ MSMED ആക്ടിന്റെ ബലത്തിൽ മുന്നോട്ട് പോകുന്ന പോളിസി. ലെറ്റ്സ് സീ ഇറ്റ്. ഡെഫിനിഷൻ എല്ലാ MSMEകൾക്കും അറിയാം. എന്നിരുന്നാൽ കൂടി ഞാൻ പറയണം, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറയാനുള്ളത്, ഈയിടെയായിട്ട് നമ്മള് ഈ ട്രേഡേഴ്സിനെ MSMEയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അവർക്ക് പൊതുവായ ഒരു സങ്കടം ഉണ്ടായിരുന്നു. MSMEയിൽ ഞങ്ങളെ പെടുത്തിയിട്ടില്ല, ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ. അങ്ങനെ ഗവൺമെന്റ് ആ സങ്കടം തീർക്കാനായിട്ട് തന്നെയാണ് ഈ ജൂലൈ 2 മുതൽ അവരെ MSMEയുടെ ഡെഫിനിഷനിൽ ഉൾപ്പെടുത്തി ആസ് എ പ്രയോറിറ്റി ലെൻഡിംഗ് സെക്ടർ. വെരി ഹാപ്പി ന്യൂസ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ട്രേഡേഴ്സ് ആസ് MSMEs. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റിൽ 1 crore വരെയുള്ളത് മൈക്രോയാണ്, 1 മുതൽ 10 crore വരെയുള്ളത് സ്മോൾ, 10 മുതൽ 50 വരെയുള്ളത് മീഡിയം. ഇതിന്റെ അകത്ത് ടേൺ ഓവർ ക്രൈറ്റീരിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്പോർട്ട് ടേൺ ഓവർ ഇതിന്റെ ഒരു ഭാഗമല്ല. രജിസ്ട്രേഷൻ മറ്റേതിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് രജിസ്ട്രേഷൻ. പലപ്പോഴും ആളുകൾ ചോദിക്കും, ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം എന്ന് ചോദിക്കാറുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാണിത്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന വഴിയായിട്ട് നിങ്ങൾ ഒരു ഗവൺമെന്റ്, ഈ രാജ്യത്തെ ഒരു MSME ആണെന്ന് ഗവൺമെന്റിനെ അറിയിക്കുകയാണ്. അതിനേക്കാൾ വലിയൊരു പ്രയോജനം നിങ്ങൾക്ക് കിട്ടാനില്ല. നെക്സ്റ്റ്, ഇതാണ് അവരുടെ രജിസ്ട്രേഷൻ സൈറ്റ്. ഞാൻ എഴുതിയിട്ടുണ്ട്, ഉദ്യം രജിസ്ട്രേഷൻ. അത് ജൂലൈ 1, 2020 മുതൽ ഇഫക്റ്റീവ് ആണ്. ആർക്ക് രജിസ്റ്റർ ചെയ്യാം? പുതിയ രജിസ്ട്രേഷൻ ആവാം, രജിസ്ട്രേഷൻ ഓൾറെഡി ഉള്ളവർക്കും വീണ്ടും രജിസ്റ്റർ ചെയ്യാം. ഇനി നമ്മള് പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 25% MSME സെക്ടറിന് അവകാശപ്പെട്ടതാണ് ഏത്? ഗവൺമെന്റിന്റെ പർച്ചേസ്, ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ്. അതിനേക്കാൾ ഏറ്റവും ഉപരി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് വലിയ പർച്ചേസ് നടത്തുന്നവരാണ്. അതിന് അവർക്ക് കിട്ടുന്ന പ്രയോജനങ്ങളാണ് EMD എക്സംഷൻ കിട്ടും. ഈ 25%-ൽ 4% SC/ST ഓൺഡ് റിസർവേഷൻ ഉണ്ട്, 3% വിമൺ റിസർവേഷൻ ഉണ്ട്. ഇത് 2012 മുതൽ ഇഫക്റ്റീവ് ആണെങ്കിലും അത് മാൻഡേറ്ററി ആയത് 2015 മുതലാണ്. ഇതിനൊരു അമെൻമെന്റ് വന്നിട്ടുണ്ട് 2018. അത് 20 എന്നുള്ളത് 25% ആക്കിയതാണ്. അതുകൂടാതെ സ്ത്രീകൾക്കുള്ള റിസർവേഷൻ. ഇതിൽ നമുക്ക് 358 ഐറ്റംസ് എല്ലാവർക്കും അറിയാം. 358 ഐറ്റംസ് കണ്ടിന്യൂ ടു ബി എക്സ്ക്ലൂസീവ് പർച്ചേസ് ഫ്രം MSC. ഡിഫൻസിനെ ഇതിന്റെ പെർവിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രത്യേക നേച്ചർ പരിഗണിച്ച് എല്ലാവരും ഇതിന്റെ ഭാഗമായിട്ട് ബെനിഫിഷ്യറീസ് ആണ്. MSME രജിസ്റ്റേർഡ്, അത് ഖാദി വില്ലേജ്, NSIC രജിസ്ട്രേഷൻ, എല്ലാവരും ഇതിന്റെ അത് ബെനിഫിഷ്യറീസ് ആണ്. ബെനിഫിറ്റ്സുകളെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. അത് പ്രയർ എക്സ്പീരിയൻസ് ടേൺ ഓവർ, ഇതാണ് പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകൾക്ക് അവർക്ക് പ്രയർ എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് അവരെ ഇതിൽ നിന്ന് ഈ ഒരു കണ്ടീഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. റിലാക്സ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ട്രേഡേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതിൽ മറ്റു കാര്യങ്ങൾ ട്രേഡേഴ്സ് നോട്ട് ആപ്ലിക്കബിൾ. വർക്ക് കോൺട്രാക്റ്റും ഇതിന്റെ പരിധിയിൽ വരുന്നില്ല. നമുക്കറിയാം MSMEയുടെ ഭാഗമാണ് ട്രേഡേഴ്സ്, പക്ഷെ എന്നാലും പബ്ലിക് പ്രൊക്യൂർമെന്റ് പരിധിയിൽ അവര് വന്നിട്ടില്ല. വർക്ക് കോൺട്രാക്ട് വന്നില്ല. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നമുക്ക് EMD എക്സംഷൻ ഉള്ളത്. മിനിസ്ട്രി, ഡിപ്പാർട്ട്മെന്റ്, PSUs ഇവരെല്ലാതിന്റെ ഭാഗമായിട്ട്
ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രിയും ഡിപ്പാർട്ട്മെന്റും ആണ്, PSCs ആണ് ഈ പബ്ലിക് പ്രൊക്യൂർമെന്റ് 2012 ബാധകം. സ്റ്റേറ്റിന്റെ പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട്. ഇതിന് നമ്മൾ പ്രത്യേക വെണ്ടേഴ്സിനെ SC/ST വെണ്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പ്രത്യേകം പ്രോഗ്രാംസ് നമ്മൾ ഡിവൈസ് ചെയ്യുന്നുണ്ട്. NSIC-ക്കും പ്രത്യേക നാഷണൽ സ്മോൾ ഇൻഡസ്ട്രി കോർപ്പറേഷനും പ്രത്യേക വിൻഡോസുകളുണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യാൻ. SC/ST-യുടെ ഡെഫിനിഷൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് സ്ലൈഡുകൾ അയച്ചു തരാം, അപ്പൊ നിങ്ങൾ കാണുക ഏതാണ് SC/ST. ആത്മനിർഭർ ഭാരത് ഏറ്റവും പുതിയതായിട്ട് പറയുന്നത് PPP-യില് 200 crore വരെയുള്ള ഗ്ലോബൽ ടെൻഡേഴ്സ് വിളിച്ചുകൂടാ. ഇതില് അടുത്തൊരു പ്രധാനപ്പെട്ടത് പ്രിഫറൻസ് ടു മേക്ക് ഇൻ ഇന്ത്യ. അതൊരു പബ്ലിക് പ്രൊക്യൂർമെന്റിന്റെ ഭാഗം തന്നെയാണ്. അത് MSME-യിൽ മാത്രമല്ല. പബ്ലിക് പ്രൊക്യൂർമെന്റ് എന്ന് പറയുമ്പോൾ അത് MSME-യിൽ നിന്ന് മാത്രമല്ല, ലാർജ് സ്കെയിൽ ആകാം, ഔട്ട്സൈഡിൽ നിന്നാകാം. പക്ഷെ ഇതൊക്കെയാണെങ്കിൽ ഈ പ്രിഫറൻസ് ടു മേക്ക് ഇൻ ഇന്ത്യ അത് ഒരു ഇന്റഗ്രൽ പാർട്ട് ആയിരിക്കുകയാണ്. ഈ ഓർഡർ പ്രകാരം ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡിന്റെ ഓർഡേഴ്സ് ആണ്. അതിന് ഓർഡേഴ്സ് പ്രകാരമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിന് കുറെ ഡെഫിനിഷൻസ് എല്ലാം ഉണ്ട്. എല്ലാം ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ടാണ്. ഇത് പ്രകാരം നമ്മള് ക്ലാസ് 1, ക്ലാസ് 2 നോൺ ലോക്കൽ സപ്ലയർ, ഇതിന്റെ 3 തരത്തിൽ സപ്ലൈസിനെ വെണ്ടേഴ്സിനെ തരംതിരിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന്റെ പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസിയിൽ പ്രിഫറൻസ് ടു മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എപ്പോഴും ക്ലാസ് 1-നെ എൻകറേജ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ് 1 എന്ന് പറഞ്ഞാൽ 50% മുകളിൽ ലോക്കൽ കണ്ടന്റ് ഉള്ളത്. നമ്മുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ലോക്കൽ റിസോഴ്സസിൽ നിന്നുണ്ടാക്കുന്നത് 50% കുറയാതുള്ളതാണ് ക്ലാസ് 1. 50% കുറയുന്നതാണ് ലോക്കൽ കണ്ടന്റ് എങ്കിൽ അത് ക്ലാസ് 1-ൽ വരില്ല. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ലോക്കൽ കണ്ടന്റ് ഉണ്ട്, ഇമ്പോർട്ടന്റ് കണ്ടന്റ് ഉണ്ട്. ഇമ്പോർട്ടന്റ് കണ്ടന്റ് എപ്പോഴും 50% താഴെയാണെങ്കിൽ മാത്രമേ അത് ലോക്കൽ ക്ലാസ് 1 സപ്ലയർ ആകുള്ളൂ. ക്ലാസ് 2 എന്ന് പറയുമ്പോൾ 20-നും 50-നും ഇടയ്ക്കുള്ള ലോക്കൽ കണ്ടന്റ് വരാം. നോൺ ലോക്കൽ സപ്ലയർ എന്ന് വെച്ചാൽ 20-ൽ താഴെ. ഇങ്ങനെ 3 സപ്ലയേഴ്സിനെയാണ് അത് ഞാൻ ഇതിന്റെ ഗവൺമെന്റ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഡെഫിനിഷൻ പ്രകാരം. എല്ലാം ഇതിലൊരു മാർജിൻ, പർച്ചേസ് മാർജിൻ ഉള്ളത് 20% ആണ്. ഈ പെർസെന്റേജ് നമ്മുടെ MSME-യുടെ പ്രിഫറൻസ് ടു മേക്കിംഗ് 15% നമ്മൾ കൺഫ്യൂസ് ചെയ്യണ്ട. ഇതിന് DPIET-യുടെ ഓർഡർ അതിനകത്ത് പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു മൂന്നായിട്ട് തരംതിരിക്കുന്നു. ഒന്ന്, ആദ്യം ഒരു മിനിസ്ട്രി നമ്മുടെ ഇന്ത്യയില് ഒരു പ്രോഡക്റ്റിന് സഫീഷ്യന്റ് ലോക്കൽ കപ്പാസിറ്റി, പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട്, ലോക്കൽ കോമ്പറ്റീഷൻ ഉണ്ട്. ഈ 2 ഘടകങ്ങളാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ബിഡിങ്ങിന്. ഒന്ന്, നമുക്കത് വാങ്ങാൻ കിട്ടണം, ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ടാകണം. 2, അതിന് ആവശ്യമായ കോമ്പറ്റീഷൻ ഉണ്ടാകണം, എന്നാലേ ഒരു റീസണബിൾ പ്രൈസിൽ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ മോണോപ്പൊളി ആയി മാറും. ഈ 2 ഘടകങ്ങൾ ഓരോ പ്രോഡക്റ്റ് ബേസിലും ഓരോ മിനിസ്ട്രിയും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന പ്രോഡക്റ്റ്, ഫോർ എക്സാമ്പിൾ ട്യൂബ് ലൈറ്റ്സ്, സ്വിച്ചസ്, ചോക്സ്, ഇതിൽ നമ്മളെ ലോക്കൽ സഫീഷ്യന്റ് കപ്പാസിറ്റി ഉണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട്. ഇങ്ങനെ വരുന്ന ഘടകങ്ങളെല്ലാം ക്ലാസ് 1 ലോക്കൽ സപ്ലയർ ആയിരിക്കും എലിജിബിൾ, അതായത് 50% അബവ് ലോക്കൽ കണ്ടന്റ്. രണ്ടാമത്തെ ഐറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലാത്തത്, ലോക്കൽ പ്രൊഡക്ഷൻ കുറവാണ്, കോമ്പറ്റീഷനും കുറവാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ പുറത്തെ ഡിപ്പെൻഡ് ചെയ്യണം. മേ ബി വി ഹാവ് ടു ഗോ ഫോർ ഗ്ലോബൽ. അതും പറ്റില്ല. 200 കോടി വരെയുള്ളത് ഗ്ലോബൽ ടെൻഡർ വിളിക്കാൻ പാടില്ല, ഈ സഫീഷ്യന്റ് പ്രൊഡക്ഷനും കോമ്പറ്റീഷനും ഇല്ലെങ്കിൽ കൂടി. അവിടെ ക്ലാസ് 1-ഉം ക്ലാസ് 2 ആണ് എലിജിബിൾ ആകുന്നത്. ഇനി നമ്മള് വർക്ക് കോൺട്രാക്ട് വർക്ക്സ് എന്നതിൻ്റെ അത് പറഞ്ഞു കഴിഞ്ഞാൽ EPC ആണ്, എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് കൺസ്ട്രക്ഷൻ. ഇത് നമുക്ക് തന്നെ പ്രിഫറൻസ് എങ്ങനെയാണ് അത് നൽകുന്നത് നോക്കാം. ഇതിന് പ്രിഫറൻസ് എപ്പോഴും നൽകുന്ന ക്ലാസ് 1 ലോക്കൽ സപ്ലയറിനാണ് ഗവൺമെന്റ് ഈ പർച്ചേസ് പ്രോഗ്രാമിൽ. ഇതെങ്ങനെയാണ് 2ആയിട്ട് തിരിക്കുക, ഒന്ന് ഡിവൈസിബിൾ, മറ്റൊന്ന് നോൺ ഡിവൈസിബിൾ. ഈ ഡിവൈസിബിൾ എങ്ങനെയാണ് ബിഡ് വിളിക്കുക? നമ്മൾ L1 ഒരു ഈസ് എ ക്ലാസ് 1 ലോക്കൽ സപ്ലയർ ആണെങ്കിൽ നമ്മൾ ബിഡ് വിളിക്കുമ്പോൾ L1 ക്ലാസ് 1 ലോക്കൽ സപ്ലയർ, അതായത് 50% എബോവ് ഉള്ളതാണെങ്കിൽ full contract award quotation will be the tender will be given to them. Complete 100% award quantity will be awarded to L1 if he is local class 1 supplier. അതല്ലെന്നിരിക്കട്ടെ, L1 എന്ന് പറയുന്ന ക്ലാസ് 1 അല്ലെന്നുണ്ടെങ്കിൽ 50% shall be awarded to L1. ബാക്കി 50% ക്ലാസ് 1 സപ്ലയറിന് കൊടുക്കണം. എങ്ങനെ? വിതിൻ L1 plus 20% ഉള്ള പ്രൈസ് പ്രിഫറൻസിൽ L1-ൽ നിന്ന് 20% അവർക്ക്
അതല്ലെങ്കിൽ അടുത്ത ആൾ, അതല്ലെങ്കിൽ അടുത്ത ആൾ, അങ്ങനെ അങ്ങനെ അവര് L1 പ്രൈസിലേക്ക് വന്നില്ലെങ്കിൽ മാത്രമേ L1 പ്രൈസിലേക്ക് ലോക്കൽ ക്ലാസ് 1 വന്നില്ലെങ്കിൽ മാത്രമേ L1 ബിഡറിന് റെസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽ കൊടുക്കാൻ പറ്റൂ. ഇത് നമ്മൾ കണ്ട ഡിവൈസിബിൾ ആണ്. നോൺ ഡിവൈസിബിൾ ആണെങ്കിൽ ഇവിടെ ഇതുപോലെ തന്നെയാണ്. L1 ആണ് ലോക്കൽ സപ്ലയർ, ക്ലാസ് 1 സപ്ലയർ L1 ആണെങ്കിൽ കോൺട്രാക്ട് ഫുൾ കോൺട്രാക്ട് വിൽ ബി L1 ഉണ്ട്. And L1 അല്ലെന്നിരിക്കട്ടെ, L1 is not the local supplier and the lowest L1 local supplier within L1 plus 20 വിളിക്കും, അവർക്ക് അത് അവാർഡ് ചെയ്യും. അത് അവര് they should be negotiated to L1 price. അവർ lowest quoting L1 supplier fails to match with L1 price, അവർക്ക് ഇത് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ മാത്രമേ L1 class 1 അടുത്ത is awarded to L1 price. അങ്ങനെ അടുത്തടുത്ത് ഓരോന്നായിട്ട് നമ്മള് ലോക്കൽ സപ്ലയറിന്റെ പ്രിഫറൻസ് നൽകിക്കൊണ്ട് വിളിച്ചോണ്ട് at the end, suppose local supplier is not able to come to L1 price, ആ ഒരു സാഹചര്യത്തിൽ മാത്രമേ L1 ബിഡർക്ക് അത് ലഭിക്കൂ. ഇതിനകത്ത് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. പർച്ചേസ് ഒരു മീക്കർ വാല്യൂ 5 lakhs താഴെയാണെങ്കിൽ അത് ഇതിന്റെ പെർവ്യൂ വരുന്നില്ല. പ്രിഫറൻസ് ടു മേക്ക് ഇൻ ഇന്ത്യയിൽ, പക്ഷെ MSMEയുടെ റിസർവേഷൻസ് എല്ലാം ഇതിനകത്തുണ്ട്. MSMEയുടെ പബ്ലിക് പ്രൊക്യൂർമെന്റ് കാര്യങ്ങളെല്ലാം വരും, പക്ഷെ പ്രിഫറൻസ് ടു മേക്ക് ഇൻ ഇന്ത്യയിൽ 5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അത് വേണ്ടെന്നുണ്ട്. ക്വാളിറ്റി ബേസ്ഡ് സെലക്ഷൻ, ഫോർ എക്സാമ്പിൾ R&D ലബോറട്ടറി വെപ്പൺസ് വേർ ദ ക്വാളിറ്റി മാറ്റേഴ്സ്. നമ്മുടെ ക്വാണ്ടിറ്റി അല്ല, ഒരു വളരെ പ്രിസിഷൻ ഇക്വിപ്മെന്റ് വേണം നമുക്ക്. ക്വാളിറ്റി ഔട്ട്പുട്ട് ആണ് പ്രാധാന്യം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വി ക്യാൻ ഈവൻ ഓവർകം ദിസ് പ്രിഫറൻസ് ടു മേക്ക് ഇൻ ഇന്ത്യ. മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് അവർക്ക് അവരുടേതായ പർച്ചേസ് പ്രിഫറൻസ് പോളിസികൾ ഉണ്ടെങ്കിൽ, അത് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ they can go ahead with their own policies. ഇത് ഓരോ പ്രൊഡക്റ്റിലും ഓരോ മിനിസ്ട്രിയും ഡിക്ലെയർ ചെയ്തിട്ടുള്ള ലോക്കൽ കപ്പാസിറ്റിയും ലോക്കൽ കോമ്പറ്റീഷനും ഡിക്ലെയർ ചെയ്തിട്ടുള്ള ലിസ്റ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓരോ മിനിസ്ട്രികൾ ഓരോ പ്രോഡക്റ്റ് വൈസ് ആയിട്ട്. ഇതിനെ ബേസിൽ നമുക്ക് കുറെ IT ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. നമുക്കറിയാം ജം ഒരു IT ഇനിഷ്യേറ്റീവ് ആണ്. യു വിൽ ഗെറ്റ് നല്ല ഡീറ്റെയിൽഡ് ക്ലാസ് ഉണ്ടാവും. അടുത്തത് ട്രേഡ് റിസീവബിൾസ്, അത് മറ്റൊരു IT ഇനിഷ്യേറ്റീവ് ആണ്. ഇത് ട്രേഡ് റിസീവബിൾസ് നമുക്ക് 3 പ്ലാറ്റ്ഫോംസ് RBI അനുവദിച്ചിട്ടുണ്ട്. ഒന്ന് RXIL, M1 എക്സ്ചേഞ്ച്, തേർഡ് വൺ ഈസ് ഇൻവോയ്സ് മാർട്ട്. ഇൻവോയ്സ് മാർട്ടിന്റെ ആള് നമ്മുടെ കൂട്ടത്തിലുണ്ട്, ശ്രീ കൃഷ്ണകുമാർ. അദ്ദേഹം അത് വ്യക്തമാക്കുന്നതായിരിക്കും കൂടുതലായിട്ട്. മറ്റ് വെബ് പോർട്ടലുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുന്നത് സെൻട്രൽ പബ്ലിക് പ്രൊക്യൂർമെന്റ് പോർട്ടൽ CPP. അത് അവിടെയാണ് നമ്മള് ടെൻഡേഴ്സുകൾ ഏത് ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റ് ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്, പബ്ലിക് സെക്ടർ ആണ്, അവർക്ക് എല്ലാവർക്കും ഇവിടെ ടെൻഡർ കൊണ്ടുവരാം, ബിഡ് ചെയ്യാം. പക്ഷെ ടെൻഡർ പ്രോസസ് നടക്കുന്നതെല്ലാം ജമ്മിലായി. ഇതവിടെ ടെൻഡർ പബ്ലിക്കേഷൻസ് എവറിഥിങ്, ഒരു MSMEക്ക് വേണമെങ്കിൽ ടെൻഡർ ഫോം അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതെല്ലാം CPP പോർട്ടലിലാണ്. അടുത്തത് സമ്പന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസിയുടെ മോണിറ്ററിംഗ് പോർട്ടലാണ്. ഇപ്പോൾ നമ്മൾ PSUs ഉണ്ടെന്ന് പറഞ്ഞു. അവരെല്ലാവരും അവരുടെ മന്ത്ലി പബ്ലിക് പ്രൊക്യൂർമെന്റ് ബഡ്ജറ്റ് എന്തൊക്കെയാണ് അവർ പ്രൊക്യൂർ ചെയ്യുന്നത്, ഏതൊക്കെ ഐറ്റംസ് ആണ്, ഗുഡ് സർവീസ്, അതെല്ലാം എൻലിസ്റ്റ് ചെയ്യണം ഇവിടെ. അത് അവിടെ MSMEകൾക്കും രജിസ്റ്റർ ചെയ്യാം. അവർക്കത് കാണാം, ഏതൊക്കെ ആരൊക്കെ അവിടെ മന്ത്ലി പ്രൊക്യൂർമെന്റ് ബഡ്ജറ്റ് കാണാം, ഇയർലി സ്റ്റേറ്റ്മെന്റ് കാണാം. ഇത് സെൻട്രൽ മിനിസ്ട്രി വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു സൈറ്റ് ആണ് മിനിസ്ട്രി ഓഫ് MSME. മറ്റൊരു പ്രധാനപ്പെട്ട സൈറ്റ് ആണ് നിങ്ങളുടെ അറിവിലേക്ക് കൊണ്ടുവരാണ് സമാധാൻ പോർട്ടലിന്റെ ഒരു പ്രത്യേകതയാണ് ഡിലേഡ് പേയ്മെന്റ്സ്. സമാധാൻ പോർട്ടലിൽ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനെ അവിടെ രജിസ്റ്റർ ചെയ്യാം. വളരെ ഈസി രജിസ്ട്രേഷൻ ആണ്. എല്ലാ സ്റ്റേറ്റുകളുടെയും MSCFC ഉണ്ട്, മൈക്രോ സ്മോൾ എന്റർപ്രൈസ് ഫെസിലിറ്റേഷൻ കൗൺസിൽ. അത് കേരള ഗവൺമെന്റിലാണ്, എല്ലാ ഗവൺമെന്റിലും ഉണ്ട്. അവരുടെ കൗൺസിലേക്കാണ് ഈ പരാതി പോവുക. ആ കൗൺസിലിന് അത് കാണാൻ പറ്റും. they will make it as a case. അവര് ആ കേസ് ആക്കി അതിന്റെ ബയറിനോട് അത് ടേക്കപ്പ് ചെയ്യും. അവരിൽ നിന്ന് ഇൻട്രസ്റ്റ് സഹിതം, അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, അത് RBIയുടെ നിലവിലുള്ള ഇൻട്രസ്റ്റിന്റെ 3 times ആണ് ഈടാക്കുന്നത്. അതൊരു നിയമപരമായ ഒരു അപ്രോച്ചാണ്. ആ സൈറ്റാണ് MSME സമാധാൻ പോർട്ടൽ. മറ്റൊരു പ്രധാനപ്പെട്ട പോർട്ടൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ചാമ്പ്യൻസ് ആണ്. നമുക്ക് ധാരാളം ഗ്രിവൻസുകൾ ഉണ്ടാവും. ഗ്രിവൻസുകൾ അത് റെക്കോർഡ് ചെയ്യേണ്ട, മിനിസ്ട്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഏക പോർട്ടലാണ് ചാമ്പ്യൻസ്. ഇത് നിങ്ങൾ ഇതിന്റെ അഡ്രസ് നോട്ട് ചെയ്യുക, നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുക. എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻസുകൾ
നിങ്ങളുടെ ഗ്രിവൻസുകൾ ഏത് തരത്തിലും ആകട്ടെ നിങ്ങളത് പോർട്ടലിൽ കൊണ്ടുവന്ന് അതാത് സ്റ്റേറ്റിന്റെ ഏജൻസിക്ക് ആ മെസ്സേജ് ചെല്ലുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് വിതിൻ 24 hours മാക്സിമം വിതിൻ 1 or 2 days you will get the correct answer from the correct point of view. ഇതാണ് ഞങ്ങളുടെ കോൺടാക്ട് അഡ്രസ്. ജോയിന്റ് ഡയറക്ടർ ഹെഡ് ഓഫ് ഓഫീസ് MSME ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, കാഞ്ഞാണി റോഡ്. ഇമെയിൽ id dcdi-thrissur@dcmsme.gov.in. ഞങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റ് അഡ്രസ് ആണ്. അത് www.msmedi-thrissur.gov.in. And as well as we have an all India portal is there, dcmsme.gov.in. ചാമ്പ്യൻസിന്റെ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളെ സ്ക്രീൻഷോട്ട് എടുക്കുക, നിങ്ങളെ ശ്രദ്ധയിൽപ്പിക്കുക. താങ്ക് യു വെരി മച്ച്. ഇതിലെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ നിവാരണം ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സെഷനിലേക്ക് വളരെ ക്വിക്കായിട്ട് ഞാൻ പോവുകയാണ്. നെക്സ്റ്റ് സെഷൻ I invite Sri Manish Mohan to make a presentation on JUMP Government e-Marketplace. I welcome Manish. Manish, please. Yes, thank you, sir. Manish, തന്നെ Yes. presentation load ചെയ്യുമായിരിക്കും. Yeah, sure. ഞാൻ ഇത് ചെയ്തേക്കാം. അപ്പം എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദ സെഷൻ. ഒരു ചെറിയൊരു പ്രസന്റേഷൻ മാത്രമാണ്, ബിക്കോസ് ഒരുപാട് സ്പീക്കേഴ്സ് ഉണ്ട് ഇന്ന്. സോ ഞാൻ ഒരുപാട് ടൈം അതിനുവേണ്ടി ചെയ്യുന്നില്ല. ബട്ട് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്യത്തക്ക രീതിയിൽ ഒരു ചെറിയൊരു പ്രസന്റേഷൻ ആണ്. സോ ജെമിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ബ്രീഫായിട്ട് ജ്യോതിലാൽ സാർ ഉൾപ്പെടെ പ്രകാശ് സാർ ഉൾപ്പെടെ എല്ലാവരും ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞിരുന്നു. സോ മേ ബി ഐ ക്യാൻ സ്കിപ്പ് ദി എന്താ പറയുന്നത് ബേസിക് കാര്യങ്ങൾ. എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് ടച്ച് ബേസ് ചെയ്യാം. ജെം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ജെം എന്ന് പറയുന്ന ഒരു പേര് കേട്ടിട്ടുണ്ട്, GEM. അതിന്റെ ഫുൾ ഫോം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ജെം സ്റ്റാൻഡ്സ് ഫോർ ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ്. ഇത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു പോർട്ടലാണ്, ഒരു വെബ്സൈറ്റ് ആണ്. അതിൽ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൂടെ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സൈറ്റാണ് ജെം എന്ന് പറയുന്നത്. പക്ഷെ ഇതിലൂടെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് മാത്രമേ പർച്ചേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു സൈറ്റ് കൊണ്ടുവന്നതിന്റെ ഒരു ഉദ്ദേശം കൂടെ ഇവിടെ പറയാം. പിന്നെ പല ആളുകൾക്കുള്ള ഒരു വലിയൊരു കൺഫ്യൂഷനാണ്. ബയേഴ്സ് ആണെങ്കിലും സെല്ലേഴ്സ് ആണെങ്കിലും അവർക്കൊരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ഞങ്ങൾ പ്രൊക്യൂർമെന്റ് നടത്തി കൊണ്ടുവരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോർട്ടൽ പെട്ടെന്ന് കൊണ്ടുവരികയും എല്ലാ സ്ഥാപനങ്ങളും അതിലൂടെ മാത്രമേ പർച്ചേസ് ചെയ്യാവൂ എന്നുള്ള റൂൾ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താണ്? ആ ഉദ്ദേശം വേറൊന്നുമല്ല. 2016 ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൈറ്റ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത്. ശരിക്കും അടുത്ത മാസം ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു 5 വർഷത്തോളം ആകാൻ പോകുന്നു ഈ സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ ഈ സൈറ്റിന്റെ എന്താ പറയുന്നത്, ഇത് സ്റ്റാർട്ട് ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. ഇത് തുടങ്ങി വെച്ചതിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ 2016 മുമ്പ് ഓരോ സ്ഥാപനങ്ങളും ഓരോ രീതിയിലാണ് പർച്ചേസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. നമുക്ക് പറയാം, ചില സ്ഥാപനങ്ങൾ 3 കൊട്ടേഷൻ വെച്ചിട്ട് ലോവസ്റ്റിനെ സെലക്ട് ചെയ്യും, ചിലർ ടെൻഡർ വിളിക്കും, ചിലർ പത്രത്തിൽ പരസ്യം കൊടുക്കും. പക്ഷെ എല്ലാ സ്ഥാപനങ്ങളും ഒരേ മെത്തേഡ് യൂസ് ചെയ്ത് ഫോളോ ചെയ്ത് പ്രൊക്യൂർമെന്റ് നടത്തണം എന്നത് ഗവൺമെന്റിന്റെ ഒരു ആവശ്യമായി പോയി. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഒരു സാമ്പത്തിക വർഷത്തില് ഏകദേശ പർച്ചേസുകൾ എന്ന് പറയുന്നത്, അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലുള്ള എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും കൂടെ നടത്തുന്ന ഏകദേശ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആൻ ആവറേജ് 8 ലക്ഷം കോടി രൂപയുടെ പർച്ചേസുകളാണ്. 8 lakh crore rupees ഓഫ് പർച്ചേസുകളാണ്. ഇത് ജസ്റ്റ് ഒരു ആവറേജ് ആണ്. പലപ്പോഴും ഈ കണക്കിനെക്കാളും കൂടുതലായിട്ടാണ് പോകുന്നത്. അപ്പൊ ഇത്രയും തുക ശരിക്കും എവിടുന്നാ വരുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പബ്ലിക് പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? പബ്ലിക്കിന് മണി കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രൊക്യൂർമെന്റ് ആയതുകൊണ്ട് തന്നെയാണ്. അപ്പം ജനങ്ങളുടെ കാശ് കൊണ്ട് നമ്മൾ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ, ഇത്രയും ചെലവഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ട്രാക്ക് ചെയ്യപ്പെടണം എന്നുള്ളത് ശരിക്കും ഒരു അത്യാവശ്യമാണ്. ട്രാക്ക് ചെയ്യുന്നതിന്റെ വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഇത് ട്രാക്ക് ചെയ്താൽ, റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഗവൺമെന്റിന് പല കാര്യങ്ങളും ഭാവിയിലേക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. എവിടേക്കാണ് നമ്മൾ കൂടുതൽ പ്രൊക്യൂർമെന്റിന് വേണ്ടി കാശ് ചെലവാക്കുന്നത്, എവിടെ നമുക്കത് കുറയ്ക്കാം, എവിടെ നമുക്ക് സ്ട്രീം ലൈൻ ചെയ്യാം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളും ഒരു സൈറ്റിലൂടെ, ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പ്രൊക്യൂർമെന്റ് നടത്തണം എന്നുള്ള ഒരു ആവശ്യം വന്നതിന് ശേഷമാണ് ഈ ഒരു സൈറ്റ്, ജെം എന്ന് പറയുന്ന സൈറ്റ് ലോഞ്ച് ചെയ്തത്. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ സൈറ്റിന്റെ URL അഡ്രസ് ഒന്ന് പറയാം. മാർട്ടിൻ സാർ ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് സാറിന്റെ സൈഡിൽ നിന്ന്. താങ്ക് യു. gem.gov.in, GEM.gov.in എന്നതാണ്
ഈ സൈറ്റിന്റെ URL. അപ്പോൾ ഇതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു. ഇനി ബ്രീഫായിട്ട് ഈ സൈറ്റിന്റെ ഇന്നത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാശ് സാർ രാവിലെ പറഞ്ഞിരുന്നു. 50,000-ൽ കൂടുതൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഇതിലൂടെ ആക്റ്റീവായിട്ട് പർച്ചേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. ഈ 50,000 അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഏതാണ്ട് 53,000-ഓളം ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ് ഈ സൈറ്റിലൂടെ ഇന്നത്തെ ഡേറ്റിൽ പർച്ചേസ് ചെയ്യുന്നത്. ഈ കാണിക്കുന്ന കണക്കുകളെല്ലാം മാറി മാറി വരുന്നതാണ്. ഓരോ ദിവസം കഴിയുന്നതോറും അത് അഡ്വാൻസ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ ഈ 53,000 ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടാകെയുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ്. സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, പബ്ലിക് സെക്ടേഴ്സ്, ഓട്ടോണമസ് ബോഡീസ് എന്ന് വേണ്ട ഗവൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളാണ്. എന്നാൽ ഇതിലേക്ക് അല്ലെങ്കിൽ ഈ 53,000 ആൾക്കാർക്ക് പ്രോഡക്റ്റും സർവീസും വിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് 21,70,576 സെല്ലേഴ്സ് ആണ്. നിങ്ങളെപ്പോലുള്ള പല പല ആളുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസുകൾ വിൽക്കുന്നുണ്ട്. അവർ വിൽക്കുന്ന മൊത്തം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 42,47,207 പ്രോഡക്റ്റുകളാണ്. ഇപ്പൊ ജസ്റ്റ് ഒരു കണക്ക് വേണ്ടി മാത്രമാണ്, ഒരു എത്ര ഹ്യൂജ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ 4 വർഷം 11 മാസമായിട്ട് ഇതിലൂടെ പ്ലേസ് ചെയ്തിട്ടുള്ള ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ 70 ലക്ഷത്തിൽ കൂടുതൽ ഓർഡേഴ്സുകളാണ്. ചെറുതും വലുതായിട്ട് ഒരുപാട് ഓർഡേഴ്സ് ആണ് ഇതിലൂടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആ 70 ലക്ഷത്തോളം വരുന്ന ഓർഡേഴ്സിന്റെ ടോട്ടൽ വാല്യൂ, ഗ്രോസ് മെർച്ചൻഡൈസ് വാല്യൂ എന്ന് പറയും. എന്നുവെച്ചാൽ നമ്മൾ പർച്ചേസ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 1,20,589 കോടിയാണ്. 1,20,589 crore rupees ഓഫ് പർച്ചേസുകളാണ് ഇതിലൂടെ നടന്നിട്ടുള്ളത്. ഈ സൈറ്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് അടുത്ത 9 മാസം കൊണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ മാർച്ച് 31, 2022 കൂടി ഇന്നിപ്പോൾ 1,20,000 കോടി നിൽക്കുന്നത് 2 ലക്ഷം കോടി ആക്കുക എന്നുള്ള ഒരു ടാർഗറ്റാണ്. എന്നുവെച്ചാൽ 80,000-ഓളം കോടി ഇനി കൂടുതൽ ട്രാൻസാക്ഷൻ ഇതിനകത്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ ഉദ്ദേശം വേറെ എന്താണ്? ഗവൺമെന്റിന് വേറെ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. പക്ഷെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിലേക്ക് വരികയും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള സെല്ലേഴ്സിന്, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഗവൺമെന്റ് ആയിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരികയും ചെയ്യുകയാണ് ശരിക്കും. ഇനി വേറൊരു ചെറിയൊരു കണക്ക് പറയാം. കാര്യം ഇതൊരു MSME പ്ലാറ്റ്ഫോം കൂടെ ആണ്, MSME നടത്തുന്ന ഒരു സെഷനും കൂടെ ആയതുകൊണ്ട് MSME റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു 21 ലക്ഷത്തോളം സെല്ലേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ 1/3% ആളുകൾ അല്ലെങ്കിൽ 1/3 ആളുകൾ മാത്രമേ MSC കാറ്റഗറിയിൽ പെടുന്നുള്ളൂ. എന്നുവെച്ചാൽ 21 ലക്ഷത്തോളം വരുന്ന സെല്ലേഴ്സിൽ 7 ലക്ഷത്തോളം വരുന്ന ആളുകൾ മാത്രമാണ് മൈക്രോ അല്ലെങ്കിൽ സ്മോൾ എന്റർപ്രൈസ് കാറ്റഗറിയിൽ വരുന്നത്. പക്ഷേ ഈ 1,20,000 കോടിയുടെ ട്രാൻസാക്ഷൻസ് പർച്ചേസ് നടന്നിട്ടുള്ളതിൽ 56% പർച്ചേസ് ഓർഡറുകൾ കിട്ടിയിരിക്കുന്നത് ഈ 7 ലക്ഷം ആൾക്കാർക്കാണ്. അപ്പം ഏതാണ്ട് 60,000 കോടിയിൽ കൂടുതൽ, 70,000 കോടിയോളം പർച്ചേസിന്റെ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഈ പറഞ്ഞ 7 ലക്ഷത്തോളം വരുന്ന ആളുകളാണ്. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്നുള്ളത് മാർട്ടിൻ സാർ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സാർ പറഞ്ഞു വളരെ കറക്റ്റ് ആണ്. കാലങ്ങളായിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ റൂൾ എന്ന് വെച്ചാൽ ഒരു ഗവൺമെന്റ് സ്ഥാപനം ഒരു സാമ്പത്തിക വർഷത്തിൽ നടത്തുന്ന പർച്ചേസിന്റെ 25% മൈക്രോ അല്ലെങ്കിൽ സ്മോൾ എന്റർപ്രൈസസിൽ നിന്നും തന്നെ വാങ്ങേണ്ടതാണ്. അത് പ്രോഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ആ രീതിയിൽ ഫോളോ ചെയ്യേണ്ടതാണ്. അതിനകത്തും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതായത് ആ 25%-ൽ 4% വരുന്ന ഓർഡറുകൾ SC/ST ഓൺടർപ്രണേഴ്സിൽ നിന്നും അതുപോലെ തന്നെ 3% വരുന്നത് വുമൺ ഓൺടർപ്രണേഴ്സിൽ നിന്നും വാങ്ങണം എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ ഒരു പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ശതമാനം അനുസരിച്ച് നമുക്ക് ഭാഗിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് പലപ്പോഴും ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് വരാറുണ്ട്. ജെം പോലുള്ള ഒരു സൈറ്റിലേക്ക് അല്ലെങ്കിൽ സൈറ്റിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ സിസ്റ്റം തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്തോളും. കാരണം ജെം എന്ന് പറയുന്നത് തന്നെ, ഈ സൈറ്റ് തന്നെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു റൂൾസ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ബയറിനെ സംബന്ധിച്ച് അത് കാര്യങ്ങൾ എളുപ്പമാണ്. സെല്ലറിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ രീതിയിൽ ഓർഡർ അല്ലെങ്കിൽ ആ റൂള് പാലിക്കപ്പെടുകയും ചെയ്യുന്നു, അവർക്ക് ഓർഡേഴ്സ് കിട്ടുകയും ചെയ്യുന്നു. പിന്നെ അത് കൂടാതെ സാർ പറഞ്ഞ പോലെ തന്നെ EMD, ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു തുക നമ്മൾ കെട്ടിവെക്കേണ്ട ആവശ്യമില്ല. മൈക്രോ അല്ലെങ്കിൽ സ്മോൾ എന്റർപ്രൈസ് ആണെന്നുള്ളതിന്റെ പ്രൂഫ്, അതായത് ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ ആദ്യമേ തന്നെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ജെമ്മിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ഡീറ്റെയിൽസും കൊടുക്കുകയാണെങ്കിൽ EMDയിൽ നിന്നും നമ്മൾ എക്സംപ്റ്റഡ് ആണ്. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പർച്ചേസ് പ്രിഫറൻസ്, മാർട്ടിൻ സാർ പറഞ്ഞ പോലെ പർച്ചേസ് പ്രിഫറൻസ് കൊടുക്കുന്നതാണ്. മേക്ക് ഇൻ ഇന്ത്യ പോളിസി അനുസരിച്ചും പർച്ചേസ് പ്രിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസിനും പർച്ചേസ് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. അപ്പൊ മിക്ക ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഈ റൂൾസ് തന്നെ ഫോളോ ചെയ്താണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്.
പിന്നെ സാർ നേരത്തെ പറഞ്ഞാലും 358ഓളം പ്രോഡക്റ്റുകൾ MSME സ്ഥാപനങ്ങളിൽ നിന്നും മാത്രമേ വാങ്ങാവൂ എന്നൊരു റൂളും ഉണ്ട്. എന്നുവെച്ചാൽ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഒരു ഗവൺമെന്റ് സ്ഥാപനം ജെമ്മിനകത്ത് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് ആണ്, ബേസിക്കലി ഒരു 5 സ്റ്റെപ്സ് ആയിട്ട് ഞാൻ ഇവിടെ ചുരുക്കി പറയുകയാണ്. അത് വിശദമായിട്ടുള്ള പ്രസന്റേഷനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു 5 ബ്രീഫ് സ്റ്റെപ്സ് ആയിട്ട് ഞാൻ പറയുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജെം എന്ന് പറയുന്ന സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുക. അപ്പം രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആളുകൾ ദയവേത് ശ്രദ്ധിച്ച് ഒരു കാര്യം കേൾക്കുക. ജെമ്മിന്റെ സൈറ്റിൽ പോകുമ്പോൾ ഒരു കാരണവശാലും ഗൂഗിൾ സെർച്ച് ചെയ്ത് ജെമ്മിന്റെ സൈറ്റ് എടുക്കരുത്. അതായത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, എന്തും ഏതും നമുക്ക് ഗൂഗിളിനോട് ചോദിക്കുന്നത് കറക്റ്റ് ആണ്. പക്ഷേ ഇങ്ങനെ എല്ലാവരും ഗൂഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫേക്ക് ആയിട്ടുള്ള പല ആളുകളും അതിലൂടെ അവരുടെ ബിസിനസ് നടത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ എടുത്തിട്ട് അതിനകത്ത് ജെം രജിസ്ട്രേഷൻ അടിച്ചു കൊടുത്താൽ ജെമ്മിന്റെ യഥാർത്ഥ സൈറ്റ് വരുന്നത് പിന്നീടായിരിക്കും. ആദ്യം വരുന്നത് കുറെ ഫേക്ക് സൈറ്റുകളായിരിക്കും. ഫേക്ക് എന്ന് എല്ലാവരെയും പറയാൻ പറ്റത്തില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് കുറെ പേരെങ്കിലും എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അറിയില്ല. നമ്മൾ ആദ്യമായിട്ട് അതിനകത്ത് കയറുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ല ഇത് യഥാർത്ഥ സൈറ്റ് ആണോ ഇല്ലയോ എന്ന് അറിയില്ല. ആ സൈറ്റിൽ ഫേക്ക് ആയിട്ടുള്ള സൈറ്റിൽ നമ്മൾ കയറി പോകുമ്പോഴത്തേക്ക് ആദ്യമേ തന്നെ അവരൊരു അമൗണ്ട് ചോദിക്കും. അത് ചിലപ്പോൾ 2000 ആയിരിക്കാം, 1500 ആയിരിക്കാം, 3000 ആയിരിക്കാം. എന്നിട്ട് ആ കാശും നമ്മൾ പേയ്മെന്റ് നടത്തിയതിനു ശേഷം ചില ആളുകൾ ചിലപ്പോൾ സഹായിക്കുമായിരിക്കും. ആ വാങ്ങിച്ച കാശിന് വേണ്ടിയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്തു തരുമായിരിക്കും ജെമ്മിന്റെ സൈറ്റിൽ. പക്ഷെ പല ആളുകൾക്കും ഇത് അമളി പറ്റാറുണ്ട്. കാശ് കൊടുത്തതിന് ശേഷം പിന്നെ അവര് ആ കാശും കൊണ്ട് മുങ്ങുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ ജെമ്മിലേക്ക് കാശ് അടച്ചിട്ടുണ്ട്, എപ്പോഴാണ് ഞങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുമെന്നുള്ളത്. അപ്പൊ ഞാൻ അവരോട് പറയാറുള്ള കാര്യം ഇതാണ്, ഇത് ജെമ്മുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സൈറ്റുകളാണ്. പോയ കാശ് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇപ്പൊ നമുക്ക് ലീഗലായിട്ട് കേസിന് പോകണമെന്നുണ്ടെങ്കിലും ആ ആൾ ആരാണെന്ന് നമുക്ക് അറിയത്തില്ല. സോ അതുകൊണ്ട് ദയവേത് ഇത്രയും മാത്രം ചെയ്താൽ മതി. നമ്മൾ ഗൂഗിൾ ക്രോമോ ഫയർഫോക്സോ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ചെയ്യരുത്. നേരെ ആ അഡ്രസ് ബാറിൽ പോയിട്ട് gem.gov.in എന്ന് പറയുന്ന ആ ഒരു ഡീറ്റെയിൽസ് അവിടെ കൊടുത്ത് അടിച്ചാൽ ജെമ്മിന്റെ സൈറ്റ് യഥാർത്ഥ സൈറ്റ് വരും. ആ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാം. അതിനകത്ത് രജിസ്ട്രേഷന് ഫീസ് ഇല്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിന്റെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ഈ സൈറ്റിൽ കൊടുത്ത് ഒരു യൂസർ ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്ത് കയറാനായിട്ട് നമുക്കൊരു യൂസർ ID പാസ്വേഡ് വേണം. അപ്പൊ ആദ്യത്തെ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് വളരെ സിമ്പിൾ ആണ്. കാര്യം ബേസിക്കലി ആ ഒരു സ്ഥാപനത്തിന്റെ മെയിൻ വ്യക്തി ആരാണ്, അദ്ദേഹത്തിന്റെ ആധാർ അല്ലെങ്കിൽ പാൻ, പേഴ്സണൽ ആധാർ അല്ലെങ്കിൽ പേഴ്സണൽ പാൻ, പിന്നെ സ്ഥാപനത്തിന്റെ പേരെന്താണ്, എന്ത് ടൈപ്പ് സ്ഥാപനമാണ്, പ്രൊപ്പറേറ്റർഷിപ്പ് ആണോ, പാർട്ട്ണർഷിപ്പ് ഫേം ആണോ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണോ, ഈ വക ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. ഇനി ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാം, അവർക്കും സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പം ആ ഡീറ്റെയിൽസ് വളരെ മിനിമൽ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്ത് ആ സൈറ്റിൽ നിന്നും നമ്മളൊരു യൂസർ ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊഫൈൽ അപ്ഡേഷൻ എന്ന് പറയും. പ്രൊഫൈൽ അപ്ഡേഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ ഈ യൂസർ ID പാസ്വേഡ് വെച്ച് ജെമ്മിന്റെ സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ബിസിനസിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ കുറച്ച് ഡീറ്റെയിൽസ് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഒന്ന് ബ്രീഫായിട്ട് പറയാം. അതായത് ഒന്ന്, നമ്മുടെ GST ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ GST ഡീറ്റെയിൽസ് കൊടുക്കുക. ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. എന്തിനാണ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്? നമ്മുടെ കയ്യിൽ നിന്നും ഒരു പ്രോഡക്റ്റ് ഒരു ഗവൺമെന്റ് സ്ഥാപനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പേയ്മെന്റ് മിക്കപ്പോഴും ഏതാണ്ട് ഒരു 95% പേയ്മെന്റ് വരുന്നത് നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ആയിട്ടായിരിക്കും വരുന്നത്. വളരെ ചുരുക്കം ചില സ്ഥാപനങ്ങൾ മാത്രമേ ഇപ്പോഴും ചെക്ക് അല്ലെങ്കിൽ DD വഴി പേയ്മെന്റ് നടത്താറുള്ളൂ. അതല്ലാതെ എല്ലാം NEFT ഓ RTGS ഓ PFMS ഓ IFMS ഒക്കെ വഴിയിട്ടാണ് നമുക്ക് പേയ്മെന്റ് കിട്ടുക. അപ്പൊ ആ പേയ്മെന്റ് റിസീവ് ചെയ്യാനായിട്ട് നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇമെയിൽ ID, പിന്നെ അങ്ങനെയുള്ള കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ആണ്. പിന്നെ MSME സ്ഥാപനമാണെങ്കിൽ തീർച്ചയായിട്ടും ഓക്കെ ഉദ്യം രജിസ്ട്രേഷന്റെ നമ്പറും അത് ഐ തിങ്ക് ആരോന് മ്യൂട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, ഉദ്യം രജിസ്ട്രേഷന്റെ നമ്പറും അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കൊടുക്കുക. അപ്പം അങ്ങനെയുള്ള കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് ആ പ്രൊഫൈൽ അപ്ഡേഷൻ നമുക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നേരത്തെ ഇല്ലാതിരുന്ന ഒരു പുതിയൊരു ഫീച്ചറും കൂടെ, ഇപ്പം ഫീച്ചർ അല്ല, ഒരു കാര്യം കൂടെ ജെമിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, എല്ലാ സെല്ലർമാരും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സ്റ്റേജിൽ കോഷൻ മണി എന്ന് പറഞ്ഞ് ഒരു അമൗണ്ട് കെട്ടിവെക്കേണ്ടി വരും. അതൊരു വൺ ടൈം കോസ്റ്റ് ആണ്, വൺ ടൈം പേയ്മെന്റ് ആണ്. അത് 3 സ്ലാബായിട്ട് തിരിച്ചിരിക്കുകയാണ്. ആ ബിസിനസിന്റെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ആനുവൽ ടേൺ ഓവറിനെ ബേസ് ചെയ്തിട്ട് 1 കോടിക്ക് താഴെ ടേൺ ഓവർ ഉള്ള സ്ഥാപനമാണെങ്കിൽ 5000 രൂപ, 1 കോടിക്കും 10 കോടിക്കും ഇടയ്ക്ക് ടേൺ ഓവർ ഉള്ള സ്ഥാപനമാണെങ്കിൽ 10000 രൂപ, 10 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ള സ്ഥാപനമാണെങ്കിൽ 25000 രൂപ.
അപ്പൊ 5000 അല്ലെങ്കിൽ 10000 അല്ലെങ്കിൽ 25000. നമ്മൾ ഓർത്തേക്കേണ്ട കാര്യം, നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ സിസ്റ്റം തന്നെ അത് പറയും, നിങ്ങൾക്ക് ഇത്രയും രൂപ കെട്ടിവെക്കണം. എന്തിനാണ് ആ തുക കെട്ടിവെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സെല്ലറായിട്ട് ജെമിനകത്ത് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഒരു പ്രൊഡക്റ്റോ സർവീസോ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, നാളെ ഒരു കാലത്ത് എന്തെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് സംഭവിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കൊടുത്ത പ്രോഡക്റ്റ് വർക്ക് ചെയ്യുന്നില്ല, അവർ വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ അത് റീപ്ലേസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്നില്ല, ഒരു വിധത്തിൽ നമ്മൾ സഹകരിക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ വന്നാൽ മാത്രം ഈ ഒരു കെട്ടിവെച്ചിരിക്കുന്ന തുകയിൽ നിന്നും ഒരു പെനാൽറ്റി ഈടാക്കുന്നതാണ്. ഇനി നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ തുക അവിടെ തന്നെ ഉണ്ടാവും, ഒരിക്കലും അത് ആരും തന്നെ എടുത്തുകൊണ്ട് പോവുകയില്ല. അപ്പൊ ഈ ഒരു തുക കെട്ടിവെക്കണം എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പം രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവർ അറിയുന്നത് ഇങ്ങനെ തുക കെട്ടിവെക്കണം. അപ്പം അതുകൊണ്ട് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് പറയുകയാണ്. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ, ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ചുകൂടെ കാര്യങ്ങളും കൂടെ ചെയ്താണ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഉണ്ടാവും, പല പ്രൊഡക്റ്റുകളോ പല സർവീസുകളോ ഉണ്ടാവും. ആ പ്രോഡക്റ്റിന്റെയും സർവീസിന്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ജെമ്മിന്റെ നമ്മുടെ ഈ അക്കൗണ്ടിനകത്ത് ആഡ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഈ 5 സ്റ്റെപ്പിൽ ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ സ്റ്റെപ്പാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ്, പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും, അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മൾ അതിനകത്ത് ജെമ്മിനെ കൊണ്ട് അപ്രൂവ് ചെയ്ത് എടുക്കേണ്ടി വരും. ജെമ്മിന്റെ സൈഡിൽ നിന്ന് അത് അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫർദർ ആയിട്ട് ജെമ്മിലൂടെ ബിസിനസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആഡ് ചെയ്യുക. ഇത് ടൈം കൺസ്യൂമിംഗ് എന്ന് പറയാൻ കാര്യം വേറൊന്നുമല്ല, നമ്മളൊരു ഡീറ്റെയിൽസ് കൊടുത്താൽ അത് അപ്രൂവ് ആയി വരാനായിട്ട് സാധാരണയായിട്ട്, പ്രത്യേകിച്ചും സർവീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 5 ദിവസം വരെ എടുക്കാം. എന്താ കാര്യം എന്ന് വെച്ചാൽ, ജെമ്മിന്റെ സൈഡിൽ നിന്ന് ഒരു ടീം ഇതിനു വേണ്ടി ഇരിപ്പുണ്ട്, ഒരു വലിയ ടീമാണ്. അവര് നമ്മളെ കുറിച്ചുള്ള, നമ്മുടെ സ്ഥാപനത്തെ കുറിച്ചും നമ്മുടെ ബിസിനസിനെ കുറിച്ചും ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷമാണ് സർവീസ് ഒക്കെ നമുക്ക് അപ്രൂവ് ചെയ്ത് തരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രോഡക്റ്റ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ഓതറൈസേഷൻ നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു അപ്രൂവലും തരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ജെമ്മിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഡർ വരാനായിട്ട് കാത്തിരിക്കേണ്ട. അതിന് മുമ്പേ തന്നെ നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്കറിയാമല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഓരോന്നായിട്ട് ജെമ്മിലേക്ക് ആഡ് ചെയ്യുക. കാരണം പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ജെമ്മിൽ ഒരു ടെൻഡർ വന്നതിന് ശേഷമായിരിക്കും ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചു തുടങ്ങുന്നത്. അന്നേരം ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ, സാധാരണയായിട്ട് മിക്ക ഗവൺമെന്റ് സ്ഥാപനങ്ങളും ജെമ്മിൽ ഒരു ടെൻഡർ പബ്ലിഷ് ചെയ്താൽ 10 ദിവസം മാത്രമേ പബ്ലിഷ് ചെയ്ത് വെക്കാറുള്ളൂ. മിനിമം 10 days ആണ്. അപ്പൊ 10 ദിവസം എന്ന് പറയുന്ന ആ ടൈം പീരീഡ് നമ്മൾ അറിഞ്ഞു വരുമ്പോഴത്തേക്കും 2 ദിവസം കഴിഞ്ഞെങ്കിൽ ബാക്കി 8 ദിവസമേ ഉള്ളൂ. പിന്നെ ആ 8 ദിവസത്തിൽ നമ്മളൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്ത് അത് അപ്രൂവ് ആയി വരാൻ 5-6 ദിവസം എടുക്കും. അപ്പൊ നമുക്ക് ടൈം അവിടെ വളരെയധികം കൺസ്ട്രെയിൻഡ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ ഈ കാര്യങ്ങൾ ഒന്ന് ചെയ്തു വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം ഒരു ബിഡ് വരാനായിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട, അതിനു മുമ്പ് തന്നെ പ്രോഡക്റ്റും സർവീസും ആഡ് ചെയ്യാം. പിന്നെ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ടെൻഡറിൽ പങ്കെടുക്കാം. ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം CPPP പോർട്ടലിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ഈ ടെൻഡർ സൈറ്റുകളാണ്, പല സൈറ്റുകളുണ്ട്. ആ സൈറ്റുകളിൽ നിന്നും ജെമ്മ് ഒരല്പം വ്യത്യാസം ആണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ സൈറ്റുകളെല്ലാം ടെൻഡർ പബ്ലിഷിങ്ങിന് വേണ്ടി മാത്രമുള്ള ഒരു സൈറ്റാണ്. നേരെ മറിച്ച് ജെമ്മ് എന്ന് പറയുന്ന ടെൻഡർ പബ്ലിഷിങ്ങും അതിനകത്തുണ്ട്. അത് കൂടാതെ ചെറിയ ചെറിയ ഓർഡേഴ്സ് കിട്ടാനുള്ള ഒരു പ്രൊവിഷനും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഒരു ചെറിയ എന്റെ വീട്ടിൽ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു എന്തെങ്കിലും സംരംഭമാണെന്ന് വെച്ചോളൂ. എനിക്ക് ഓഫീസോ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഒരു ദിവസം ഒരു പ്രോഡക്റ്റ് മാത്രമേ എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. വളരെ റെയർ ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ആണ്, ഹാൻഡിക്രാഫ്റ്റ് ആണ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബാമ്പു വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ജൂട്ട് വെച്ചിട്ടോ ഉള്ള സാധനങ്ങളാണെങ്കിൽ അതും എനിക്ക് വിൽക്കാൻ പറ്റും. അപ്പൊ അന്നേരം എനിക്ക് 100,000 ഒന്നും ചിലപ്പോൾ ഓർഡർ കിട്ടിയെന്ന് വരില്ല. ചെറിയ ചെറിയ ഓർഡേഴ്സ് ചിലപ്പോൾ മതിയാവുമായിരിക്കും. അങ്ങനെ ഉള്ള ആൾക്കാർക്കും ജെമ്മിനകത്ത് അവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കാം. കാരണം ടെൻഡർ മാത്രമല്ല, പല പല ഓപ്ഷൻസും ജെമ്മിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്, പല പ്രൊക്യൂർമെന്റ് ഓപ്ഷൻസ്. ടെൻഡർ എന്ന് പറയുന്നത് ഒരു പ്രൊവിഷൻ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ എന്താണെങ്കിലും നമ്മൾ ആ ഓർഡറുകൾ പിടിക്കുക എന്നല്ലാതെ നമുക്ക് എടുക്കുക. അപ്പൊ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ടെൻഡറുകൾ നമുക്ക് പങ്കെടുക്കേണ്ടി വരും. ആക്റ്റീവായിട്ട് ടെൻഡറുകൾ വാച്ച് ചെയ്യേണ്ടി വരും. വാച്ച് ചെയ്തിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ എലിജിബിൾ ആണ്, ടെക്നിക്കലി നമ്മൾ ക്വാളിഫൈഡ് ആണ്, ഫിനാൻഷ്യലി നമ്മളാണ് ലോവസ്റ്റ് ആയിട്ട് കോട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഓർഡർ കിട്ടും. ഓർഡർ കിട്ടിയതിന് ശേഷം നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ്, 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ നമ്മുടെ കൊടുത്ത പ്രോഡക്റ്റിനുള്ള ഇൻവോയ്സ് നമ്മളിവിടെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്. ജെമ്മിലൂടെ തന്നെ ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് പ്രൈസിന്റെയും ടാക്സിന്റെ ഒക്കെ കോസ്റ്റ് ബ്രേക്കപ്പ് ഡീറ്റെയിൽസും എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് അടങ്ങുന്നുണ്ടാവും. ഇതാണ് 5 സ്റ്റെപ്പ്. ആദ്യം ഒരു യൂസർ ഐഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക,
രണ്ടാമത് ആ യൂസർ ഐ ഡി പാസ്വേഡ് വെച്ച് അകത്ത് കയറി നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ എന്താ പറയുന്നത് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന്റെ ഡീറ്റെയിൽസ് ഫർദർ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് അപ്രൂവ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ടെൻഡറിൽ പങ്കെടുക്കുകയോ അല്ലാതെയോ നമുക്ക് ഒരു ഓർഡർ കിട്ടി അത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുക. നമ്മൾ കൊടുത്ത പ്രോഡക്റ്റിന് നമുക്ക് പേയ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജെമ്മിലൂടെ തന്നെ നമ്മൾ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് 5 സ്റ്റെപ്സ് ആയിട്ടുള്ളത്. ഇനി ജെമ്മിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോവാം. ഞാൻ അവിടെ നേരത്തെ പറഞ്ഞതാണെങ്കിൽ പോലും വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഞാൻ ആധാർ നമ്പർ, അതായത് ഒരു സ്ഥാപനത്തിന്റെ മെയിൻ വ്യക്തി ആരാണോ, കീ പേഴ്സൺ ആരാണോ അദ്ദേഹത്തിന്റെ ആധാർ അല്ലെങ്കിൽ പാന്, പിന്നെ ആ ആധാറാണ് കൊടുക്കുന്നതെങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ ID, പിന്നെ നമ്മുടെ സ്ഥാപനത്തിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ഡീറ്റെയിൽസ് വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ സിൻ നമ്പർ, അതായത് കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ, അതുപോലെ തന്നെ ബിസിനസ് പാൻ ഉള്ള സ്ഥാപനമാണെങ്കിൽ ബിസിനസ് പാൻ കൊടുക്കാം, GST ഉള്ള സ്ഥാപനമാണെങ്കിൽ GST കൊടുക്കുക, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ആയിട്ട് എന്താ പറയുക രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ ഇപ്പൊ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ DPIIT നമ്പർ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് URN എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ. അത് MSME ആണോ, MSME അല്ല MSE ആണ്. ഓക്കെ, ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ലൈഡിലുള്ള ബെനിഫിറ്റ്സ് മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസിന് മാത്രമേ കിട്ടുകയുള്ളൂ. മീഡിയമിനോ ലാർജിനോ അത് കിട്ടില്ല. എന്ന് വെച്ചാൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്നല്ല, അവർക്കും രജിസ്റ്റർ ചെയ്യാം, പക്ഷെ അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടില്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻകം ടാക്സിന്റെ ഡീറ്റെയിൽസ്, ഇത് കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കാം, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാം, പിന്നെ കോഷൻ മണി ഡെപ്പോസിറ്റ് എന്നും പറഞ്ഞൊരു എമൗണ്ട് നമ്മൾ കെട്ടിവെക്കേണ്ടി വരും. ഇതൊക്കെയാണ് ബേസിക്കലി നമുക്ക് ചെയ്യേണ്ട എന്താ പറയുന്നത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ജസ്റ്റ് ബ്രീഫായിട്ട് 1-2 കാര്യം പറയാം അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്. കേരളത്തിൽ നിന്നും ജെമ്മിലേക്ക് രജിസ്ട്രേഷൻ തുടങ്ങിയ സെല്ലർമാർ രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയത് 2017 ഒക്ടോബറിലാണ്. ഞാൻ സ്ലൈഡ് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് എന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്യുകയാണ്. 2016 ഓഗസ്റ്റിലാണ് ഈ ജെമ്മിന്റെ സൈറ്റ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും 2017 ഏതാണ്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് സെല്ലേഴ്സ് ഓരോന്നായിട്ട് ജെമ്മിൽ രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയത്. 2017 സെപ്റ്റംബർ തൊട്ട് 2020 മാർച്ച് വരെ എന്ന് വെച്ചാൽ ആ ഒരു 2.5 വർഷം സമയം ജെമ്മിലൂടെ രജിസ്റ്റർ ചെയ്തിട്ട്, അത് കേരളത്തിൽ നിന്നും ജെമ്മിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 2700 ആളുകളാണ്. ഏകദേശം 2700 ആളുകളാണ്. എന്നുവെച്ചാൽ 2.5 വർഷം കൊണ്ട് രജിസ്റ്റർ ചെയ്ത ആളുകൾ 2700 ആളുകളാണ്. പക്ഷേ മാർച്ച് 2020 ശേഷം എന്ന് വെച്ചാൽ ഏപ്രിൽ 2020 തൊട്ട് ഈ അടുത്ത സമയം വരെ, വേണമെങ്കിൽ കഴിഞ്ഞ ആഴ്ച വരെ എന്ന് നമുക്ക് പറയാം, ഈ ഒരു 1.25 വർഷം കൊണ്ട് രജിസ്റ്റർ ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ 47,000 ആളുകളാണ് കേരളത്തിൽ നിന്നും. അതിൽ കുറെ ആളുകൾ MSc ഉണ്ട്, MSc അല്ലാത്തവരുണ്ട്. അപ്പൊ ഞാൻ പറയാൻ വന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ റീസെന്റ് ആയിട്ട് കൂടുതൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ജെമ്മിലൂടെ പർച്ചേസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് സെല്ലർമാര് പലരും ഇത് അറിഞ്ഞ് ജെമ്മിലേക്ക് വരാൻ തുടങ്ങിയത്. എന്നാലും ഇതിനെക്കുറിച്ച് അറിയാത്ത ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഈ മീറ്റിംഗിൽ കുറച്ച് ആളുകൾക്ക് മാത്രമേ വരാൻ സാധിച്ചുള്ളൂ. നിങ്ങളുടെ ചിലപ്പോൾ പരിചയമുള്ള ആൾക്കാരുണ്ടാകും. അപ്പൊ ഈ ഇന്നത്തെ ഈ പ്രസന്റേഷനിൽ ജെം മാത്രമല്ല, കിട്ടുന്ന ഇൻഫർമേഷൻ നിങ്ങൾ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം അറിയാതെ തന്നെ ഒരുപാട് ആളുകൾ ബിസിനസ് ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. ഗവൺമെന്റ് പ്രക്യൂർമെന്റ് നമുക്കറിയാം എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും അത് നിൽക്കുന്നില്ല. ഇപ്പൊ കൊറോണയുടെ ലോക്ക്ഡൌൺ പീക്ക് ആയിട്ടിരുന്ന സമയത്ത് പോലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് പ്രക്യൂർമെന്റ് ഒരുപാട് ജെമ്മിലൂടെ ആണെങ്കിലും അല്ലെങ്കിലും നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ ഗവൺമെന്റ് ആയിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പാണ് ജെം എന്ന് പറയുന്നത്. അപ്പൊ ദയവേത് അതിൽ രജിസ്റ്റർ ചെയ്യാം. ഇനി ജെമ്മിന്റെ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ട് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം എന്റെ പ്രസന്റേഷൻ. ജെമ്മിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ പല ആളുകളും പറയാറുള്ള ഒരു കാര്യം, ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയില്ല ജെമ്മിനെ കുറിച്ച്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജെമ്മിനെ കുറിച്ച് അറിയില്ല, രജിസ്റ്റർ ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള. നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ജെമ്മിന്റെ സൈറ്റിൽ പോയാൽ gem.gov.in എന്ന് പറയുന്ന സൈറ്റാണ്, അതൊന്ന് നോട്ട് ചെയ്തോണം. ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആ സൈറ്റിന്റെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്നാൽ നമുക്ക് സ്വയമേ പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി മിക്ക ആളുകൾ അത് മൈൻഡ് പോലും അറിയാറില്ല എന്നുള്ളതാണ്. FAQs എന്നും പറഞ്ഞ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അത് ബയേഴ്സിന് വേണ്ടി സെപ്പറേറ്റ് ഉണ്ട്, സെല്ലേഴ്സിന് വേണ്ടിയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പൊ FAQs പോലെ തന്നെ
ട്രെയിനിങ് മൊഡ്യൂൾ എന്ന് പറഞ്ഞ് ജെമിനകത്ത് ഒരു ലിങ്ക് ഉണ്ട്. ജെമിന്റെ സൈറ്റിൽ പോയിട്ട് ഏറ്റവും താഴെ പോയാൽ ട്രെയിനിങ് മൊഡ്യൂൾ, അതിൽ പോയി കഴിഞ്ഞാൽ എല്ലാ പ്രോസസ്സും രജിസ്ട്രേഷൻ തൊട്ട് നമുക്ക് പേയ്മെന്റ് കിട്ടുന്ന പ്രോസസ്സ് വരെയുള്ള എല്ലാത്തിന്റെയും സ്റ്റെപ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഇതുണ്ട്, ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. ട്യൂട്ടോറിയൽസ് എന്ന് പറയുന്നത് PDF ആയിട്ടും വീഡിയോ ആയിട്ടും ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. അപ്പൊ ദയവേത് അതും സ്റ്റഡി ചെയ്യുക. പിന്നെ നമുക്ക് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, ടെക്നിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ജെമ്മിന്റെ സൈറ്റിൽ തന്നെ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട്, helpdesk-gem.gov.in. ഈ സ്ക്രീനിൽ കാണുന്ന നടുക്ക് കാണുന്ന ആ ഒരു ഇമെയിൽ ഐ ഡി ആണ്. അത് ജെമ്മിന്റെ സൈറ്റിൽ നിന്നാണെങ്കിലും കിട്ടും. അതിലേക്ക് മെയിൽ അയച്ച് നമുക്കത് റിപ്പോർട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യിക്കാവുന്നതാണ്. അതല്ല നമുക്ക് നേരിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പേഴ്സ് 2 നമ്പേഴ്സ് അവൈലബിൾ ആണ്, അവരെയും വിളിക്കാവുന്നതാണ്. പക്ഷെ ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസം ഈ സൈറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ അവരുടെ ലൈൻ ബിസി ആയിരിക്കാം. അതുകൊണ്ട് റീട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആ മെയിൽ ഒന്ന് അയക്കുക. അവർക്ക് സമയം കിട്ടുന്നതനുസരിച്ച് അവർ തിരിച്ച് റിവേർട്ട് ചെയ്ത് റിസോൾവ് ചെയ്യാനായിട്ട് മാക്സിമം ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ഒന്ന് ചെയ്യുക. പിന്നെ അടുത്ത ഒരു കാര്യം പറയാനുള്ളത്, ജെമ്മിന്റെ ബേസിക്കലി സോഷ്യൽ മീഡിയ സൈറ്റുകളുണ്ട്. ലിങ്ക്ഡിൻ ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അതിൽ ഒന്ന് ലൈക്ക് ചെയ്താൽ, ലൈക്കിന് വേണ്ടിയിട്ടല്ല ഈ പറയുന്നത്, നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും. ജെമ്മിന്റെ സൈറ്റിനെ കുറിച്ചുള്ള റീസെന്റ് ആയിട്ടുള്ള പല അപ്ഡേറ്റ്സും പല ആളുകളും അറിയുന്നില്ല എന്നുള്ളതാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, 2019 ഞാൻ രജിസ്റ്റർ ചെയ്തു, ഇപ്പൊ ഞാൻ ജെമ്മിൽ കയറി നോക്കുമ്പോൾ, അന്ന് എന്തോ ബിസിനസ് ചെയ്തു, ഇപ്പൊ ഞാൻ കയറി നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നു, ഞാൻ എങ്ങനെ അത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം എസ്പെഷ്യലി നമ്മൾ സോഷ്യൽ മീഡിയ പല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇത് നമ്മുടെ ഒരു ബെനിഫിറ്റ് വേണ്ടി യൂസ് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ജസ്റ്റ് അതിന്റെ പേജുകളിൽ പോയിട്ട് ഒന്ന് ലൈക്ക് അടിക്കുക. നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ്, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞാൻ എന്റെ ഡീറ്റെയിൽസും കൂടെ ഷെയർ ചെയ്യുകയാണ്. എന്റെ പേര് മനേഷ് മോഹൻ എന്നാണ്. ഞാൻ ബേസിക്കലി ജെമ്മിന് വേണ്ടിയിട്ടുള്ള കേരള ആൻഡ് ലക്ഷദ്വീപ് റീജിയന്റെ ബിസിനസ് ഫെസിലിറ്റേറ്റർ ആണ്. ബിസിനസ് ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ ജെമ്മിന് വേണ്ടി ട്രെയിനിങ് ഇതുപോലെ എടുക്കുന്നതാണ്, ഫെസിലിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് പ്രൊക്യൂർമെന്റ് നടത്താനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഗൈഡ് ചെയ്യാറുണ്ട്. എന്റെ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറുമാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഓടിച്ചെന്ന് പറയാം. മൊബൈൽ നമ്പർ 9645642210. ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് manesh.mohan@intellectdesign.com. ഈ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഡീറ്റെയിൽസ് ഒക്കെ ജെമ്മിന്റെ സൈറ്റിലും അവൈലബിൾ ആണ്. സോ ബൈ ചാൻസ് ഇത് നോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ആ സൈറ്റിന്റെ താഴെ പോയാൽ ഫെസിലിറ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ഫെസിലിറ്റേറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ആ കൂട്ടത്തിൽ എന്റെയും ഡീറ്റെയിൽസ് ഉണ്ട് അഗേൻസ്റ്റ് കേരള ആൻഡ് ലക്ഷദ്വീപ്. ഈ ലാസ്റ്റ് ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. നമുക്ക് എല്ലാവരും വാട്സാപ്പ് യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് പേഴ്സണലോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടാണെങ്കിൽ പോലും വാട്സാപ്പിനകത്ത് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉള്ളത് കുറെ പേർക്ക് അറിയാമായിരിക്കും. അത് വേറൊന്നുമല്ല, ഒരാൾക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് പല ആളുകളിലേക്കും എന്താ പറയുന്ന ഒരു ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിൽ തന്നെ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ 3-4 വർഷമായിട്ട്. അതായത് എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആളുകൾ, കുറെ ആളുകളുണ്ട് സ്ഥിരമായിട്ട് എന്നെ വിളിക്കുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് വിളിക്കുന്ന ആളുകൾ, അവരുടെയൊക്കെ നമ്പർ വെച്ചിട്ട് ഞാൻ വാട്സാപ്പിന്റെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പുകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാണ് 3 വർഷം മുമ്പ്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 14 ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പാണ്, സാധാരണ വാട്സാപ്പ് ഗ്രൂപ്പ് അല്ല. അപ്പൊ അതിലേക്ക് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴാണെങ്കിലും ഒരിക്കലും ഞാൻ അപ്ഡേറ്റ്സ് കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയാൻ വന്ന പോയിന്റ് ഇതേ ഉള്ളൂ, ഈ ഗ്രൂപ്പിലിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും പേഴ്സണലി നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ജെമ്മിനെ കുറിച്ച് അപ്ഡേറ്റ്സ് കിട്ടണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഈ വാട്സാപ്പ് നമ്പർ, ഇത് വാട്സാപ്പ് നമ്പറാണ്, ഈ മൊബൈൽ നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരും കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണം എന്ന് ജസ്റ്റ് ഒരു 3 സെന്റൻസ് എഴുതിയിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ആഡ് ചെയ്തോളാം. കൂട്ടത്തിൽ എന്റെ നമ്പറും നിങ്ങളുടെ ഫോണിൽ സേവ്ഡ് ആണെങ്കിൽ മാത്രമേ ഞാൻ അയക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കട്ട് ഷോട്ട് ചെയ്യാണ്. അപ്പം ഐ തിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ജെമ്മിൽ രജിസ്റ്റർ ചെയ്യാൻ ട്രൈ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും നമുക്ക് ഒരു Q&A സെഷൻ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും അവൈലബിൾ ആയിരിക്കും. ആ സമയത്ത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു മനേഷ് ജി, വളരെ ലളിതമായ രീതിയിൽ വിശദീകരിച്ചതിന് നന്ദി പറയുന്നു. എല്ലാ എംബസിയുടെ പേരിൽ കുറെ ചോദ്യങ്ങളുണ്ട്. എന്നെ വിളിച്ചിരുന്നു, ട്രസ്റ്റിൽ നിന്ന് വിളിച്ചിരുന്നു. ചോദ്യങ്ങൾ അവർ റിസർവിൽ വെച്ചിരിക്കുകയാണ്, അവർ ചോദിക്കും. നമ്മള് ഓൾറെഡി 15 മിനിറ്റ്സ് നമ്മുടെ ലാഗിങ് ആണ്. ദയവേത് അടുത്ത പ്രസന്റേഷൻ മിസ്റ്റർ കൃഷ്ണകുമാറിൻ്റെതാണ്. ആക്സിസ് ബാങ്ക്, ആക്സിസ് ട്രസ്റ്റ് ലിമിറ്റഡ്, ഇൻവോയ്സ് സ്മാർട്ട്. എല്ലാവരും എല്ലാം മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി പിന്നീട് ചോദ്യോത്തര വേളയിലും പിന്നീട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കും. അതിനു മുമ്പ് ഒരു പ്രത്യേക അനൗൺസ്മെന്റ്.
സാറിന്റെ എല്ലാ പാർട്ടിസിപ്പൻസും അവരുടെ ഇമെയിൽ ഐ ഡി ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടണം. അതിന്റെ കാരണം ഈ പ്രസന്റേഷൻസ് എല്ലാം നമുക്ക് അയച്ചു തരണമെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ട്, ചിലത് മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാവരുടെയും മെയിൽ ഐ ഡി കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രസന്റേഷൻ അയച്ചു തരാൻ പറ്റുള്ളൂ, ഇൻക്ലൂഡിങ് ദ കോൺടാക്ട് നമ്പേഴ്സ് ഓഫ് ദി പ്രസന്റേഴ്സ്. അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ ചാറ്റ് ബോക്സിൽ അവരുടെ ഇമെയിൽ ഐ ഡി ഇടുക. Now I invite Sri Krishna Kumar, General Manager, Axis Trust Limited, Invoice Mart, Chennai. Sure. Thank you very much. Hope I'm audible. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. Yeah. So thank you very much. In fact, എനിക്ക് തോന്നുന്നു താങ്ക് യു MSME DI തൃശ്ശൂർ മാത്രമല്ല ഒരു ഡിജിറ്റൽ റെവല്യൂഷന്റെ ഒരു നടുവിലാണ് നമ്മൾ. ഐ മീൻ ബേസിക്കലി സ്പീക്കിംഗ് ഒരു 5-6 വർഷത്തിനുള്ളിലാണ് ദിസ് എൻറ്റയർ ഡിജിറ്റൽ റെവല്യൂഷൻ ഹാസ് ബീൻ ഹാപ്പനിങ് അക്രോസ് ദ കൺട്രി. ഒരുപക്ഷെ പണ്ട് സിംഗപ്പൂരിലും ഒക്കെ നടന്നിരുന്ന പല മോഡലുകളാണ് ഇപ്പം പല രീതിയിൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഐ വുഡ് സേ ജെം എന്ന് പറയുന്നത് പോലും ഒരു ഇറ്റ്സ് എ ബിഗ് റെവല്യൂഷൻ വിച്ച് ഹസ് ഹാപ്പൻ ഇൻ ദ കൺട്രി. അതേപോലെ തന്നെ ജെം എന്ന് പറയുന്ന പബ്ലിക് പ്രൊക്യൂർമെന്റ് ആണ്, അല്ലെങ്കിൽ പ്രൊക്യൂർമെന്റ് പോളിസി ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു പോർട്ടൽ ആണെങ്കിൽ ഇൻവോയ്സ് സ്മാർട്ട് അല്ലെങ്കിൽ ട്രെഡ്സ് എന്ന് പറയുന്നത് അത് ഫിനാൻസ് ചെയ്യാൻ ഒരു ട്രാൻസ്പെറൻറ്റ് പ്ലാറ്റ്ഫോം ആണ്, വിച്ച് ഇസ് എൻ ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. അപ്പം നമ്മൾ എപ്പോഴും ഡിജിറ്റൽ എന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് എത്രയും വേഗം പേയ്മെന്റ് നമ്മൾ MSMEയുടെ കയ്യിൽ കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രോബബ്ലി ഐ വുഡ് സേ ആഫ്റ്റർ കൊറോണ ഹാസ് സ്റ്റാർട്ടഡ്, അല്ലെങ്കിൽ പാൻഡമിക്കിന് ശേഷം ഏറ്റവും കൂടുതൽ ബിസിനസ് ഞങ്ങൾ കണ്ടിരുന്നത് ഇൻഫാക്ട് ഇറ്റ് ഇസ് ആഫ്റ്റർ ദ പാൻഡമിക് ഹാസ് സ്റ്റാർട്ടഡ്. ദാറ്റ് ഇറ്റ്സെൽഫ് ഷോസ് ഹൗ മച്ച് ട്രെഡ്സ് ഇസ് റെവല്യൂഷനൈസ്ഡ് ഫിനാൻസിങ് ഇൻ ദ കൺട്രി. അപ്പം ഞാനൊരു ചെറിയൊരു ബ്രീഫ് വരാം. നെക്സ്റ്റ് സ്ലൈഡ്. പ്രോബബ്ലി ഇപ്പോഴും ഞാൻ ഈ സ്ലൈഡ് ഒരിക്കലും ഞാൻ മാറ്റാത്ത എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ സംസാരിച്ചാലും എത്ര ഡിജിറ്റൽ റെവല്യൂഷൻ നടന്നാൽ കൂടി തന്നെ ഒരു MSMEക്ക് ഇപ്പോഴും ഏറ്റവും കൂടുതൽ കൺസ്ട്രെയിൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻഅഡിക്വേറ്റ് ഫിനാൻസിങ്. ഒന്ന് മ്യൂട്ട് ചെയ്യാം. ഐ മീൻ ഐ തിങ്ക് there is some സോ ഇപ്പം ഒരു MSME കൺസ്ട്രെയിൻഡ് എന്ന് പറയുന്നത് നേരത്തെ ജ്യോതിലാൽ സാർ പറഞ്ഞ പോലെ ഒരു ഓൾമോസ്റ്റ് 32% ഇസ് ബിക്കോസ് ഓഫ് ഇൻഅഡിക്വേറ്റ് മാർക്കറ്റ് ലിങ്കേജസ്. അതായത് ഒരു MSMEക്ക് അവരുടെ പ്രോഡക്റ്റ് എവിടെയാണ് വിൽക്കേണ്ടതെന്നുള്ള ഒരു മാർക്കറ്റ് ലിങ്കേജ് പ്രോബ്ലം ഇപ്പോഴും ഇറ്റ് ഇസ് സ്റ്റിൽ പ്രവലന്റ് ഇൻ ദ കൺട്രി. അതായത് ദർ മേ ബി n number of corporates, there may be ample facilities in the public procurement policy, പക്ഷേ അവരുടെ പ്രോഡക്റ്റ് എവിടെ വിൽക്കുക എന്നുള്ളത് ഇറ്റ് ഇസ് എ ബിഗ് കൺസ്ട്രെയിൻറ്റ്. ട്രെഡ്സ് എന്ന് പറയുന്ന പോർട്ടൽ gives an access to almost like 900,000 buyers on the platform, which includes public sector enterprises, normal private corporates, state departments, എല്ലാവരും ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റേർഡ് ആണ്. അനദർ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇസ് ഇൻഅഡിക്വേറ്റ് ഫിനാൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈവൻ ആസ് എൻ ഇൻഡിവിജ്വൽ ഓർ ആസ് എൻ MSME, ഇഫ് വി ഹാവ് 60 ബാങ്ക്സ് ഇൻ ദ കൺട്രി, 60 ബാങ്കിനും 60 പോളിസീസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഡോക്യുമെന്റേഷൻ വിൽ ബി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം എ ഡിഫറെന്റ് ബാങ്ക്. അല്ലെങ്കിൽ നമുക്ക് ഫിനാൻസ് കിട്ടണമെങ്കിൽ യു വിൽ ഹാവ് ടു ഗിവ് എ കൊളാട്രൽ അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി. അപ്പം ഇങ്ങനെ പല റിസ്ക് പെർസെപ്ഷൻ ബാങ്ക് കാണുന്നത് കൊണ്ട് MSME is constrained to get finance at the correct time. ഒരുപക്ഷെ കൊളാട്രലും ഗ്യാരണ്ടിയും എല്ലാം കൊടുത്തിട്ട് ഫിനാൻസ് കിട്ടുവാണെങ്കിൽ പോലും they get finance rates at about 9%, 10% per annum, which is actually creating a dent in your profit margin. ഇന്നത്തെ കാലത്ത് you won't believe ട്രെഡ്സ് പോർട്ടലിൽ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് that we have seen is 3.5% per annum. And let me underline and quote and say, മെനഞ്ഞാന്ന് I have seen a quotation of 3.5% per annum where a bank is financed without any collateral, without any guarantee. So that is the power of the platform which an MSME or a corporate buyer can actually use. അപ്പം ഇതുകൊണ്ടാണ് ഈ സ്ലൈഡ് becomes extremely relevant. ട്രെഡ്സ് എന്ന് പറയുന്ന പോർട്ടൽ, that is trade receivable discounting system, actually addresses this financial gap. Next slide. So why the need for TREDS? ഞാൻ ഇപ്പോഴും പറഞ്ഞു, നമ്മുടെ ബിൽ ഡിസ്കൗണ്ടിങ് മാർക്കറ്റ് ഹാസ് കവേർഡ് ഓൺലി 10% ഓഫ് ദ ടോട്ടൽ ഫിനാൻസിങ് ഇൻ ദ കൺട്രി. അപ്പോൾ ദർ ഇസ് എ ഹ്യൂജ് പൊട്ടൻഷ്യൽ ഫോർ ബിൽ ഡിസ്കൗണ്ടിങ്, ആസ് ജ്യോതിലാൽ സർ വാസ് സേയിങ്. ഇപ്പോഴും ദർ ഇസ് എ ഹൈ റിസ്ക് പെർസെപ്ഷൻ. അതായത് ഏതൊരു MSMEയും ഏതൊരു കോർപ്പറേറ്റും നമ്മൾ ഫിനാൻസിങ്ങിന് പോയി കഴിഞ്ഞാൽ collateral is a big issue, guarantee is a big issue, and there is n number of documents that any MSME vendor has to undergo with the respective bank. ഇപ്പോഴും സ്റ്റാമ്പ് ഡ്യൂട്ടി റിമെയിൻസ് എ ബിഗ് കൺസേൺ. നമുക്ക് ബിൽ ഡിസ്കൗണ്ടിങ് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എനി tenure which exceeds 90 days, there is an implication of stamp duty, but there is a cost involved. That also is avoided അല്ലെങ്കിൽ negated on this TREDS platform.
ഇതെല്ലാം വെച്ചുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മിസ്റ്റർ രഘുറാം രാജന്റെ ഏർലിയർ ഗവർണർ ഓഫ് RBI അദ്ദേഹത്തിന്റെ ഗൈഡൻസിലാണ് ട്രെഡ്സ് എന്ന് പറഞ്ഞ പോർട്ടൽ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഒരുപക്ഷെ ദിസ് ഇസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ അതർ ഡെവലപ്പിംഗ് കൺട്രീസ് അക്രോസ് ദ വേൾഡ്. ഹി ജസ്റ്റ് റെപ്ലിക്കേറ്റഡ് ദിസ് ഇൻ ഇന്ത്യ. അപ്പോൾ വാട്ട് ഇസ് ട്രെഡ്സ്? ഇതൊന്നുമല്ല, ഇറ്റ് ഇസ് എൻ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം. ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ പേപ്പർ മൂവ്മെന്റ്. ഇറ്റ്സ് എൻ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ഫോർ ഫിനാൻസിങ് ഓർ ഡിസ്കൗണ്ടിങ് ദി ഇൻവോയ്സസ് ഓഫ് MSMEs ത്രൂ മൾട്ടിപ്പിൾ ഫിനാൻഷ്യൽസ്. നമ്മുടെ പ്ലാറ്റ്ഫോം ഇൻവോയ്സ് സ്മാർട്ട് ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദർ ആർ ഓൾമോസ്റ്റ് 43 ബാങ്ക്സ് which includes even banks and NBFCs with a factoring license discounting these invoices. അപ്പോൾ ട്രെഡ്സ് ആക്ച്വലി അഡ്രസ്സസ് ദി ഡിലേഡ് പേയ്മെന്റ് ഇഷ്യൂ. ഒരു പക്ഷേ ഒരു MSME വെണ്ടറിന് 90 ദിവസം അല്ലെങ്കിൽ 150 ദിവസം ഉള്ളിലാണ് ഇൻവോയ്സിന്റെ പേയ്മെന്റ് കിട്ടുന്നതെങ്കിൽ ഓൺ ദ ട്രെഡ്സ് പോർട്ടൽ യു ഗെറ്റ് യുവർ ഇൻവോയ്സസ് പെയ്ഡ് ഇൻ 10 days ടൈം, അല്ലെങ്കിൽ 15 days ടൈം, അല്ലെങ്കിൽ 20 days ടൈം. സോ ദാറ്റ് has become the reality. ഈവൻ എ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ the tenor of payment to all the MSMEs have been reduced to almost like 15-20 days time. Adinore interest cost undu that I will describe to you how it happens on the platform. Next slide. Appam there are only 3 participants. One is the buyer. ഇപ്പം ഞാൻ PSUs എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ കൊച്ചിൻ മെട്രോ റെയിൽ, അല്ലെങ്കിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, അല്ലെങ്കിൽ ഐ വുഡ് സേ കൊച്ചിൻ ഷിപ്പ് യാർഡ്, അല്ലെങ്കിൽ എനി പ്രൈവറ്റ് കോർപ്പറേറ്റ് ലൈക്ക് ജോയ ലൂക്കാസ് ഓർ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ V-Guard. ദീസ് ആർ ദി ബയേഴ്സ് ഓർ കോർപ്പറേറ്റ്സ് വിച്ച് ഗെറ്റ് രജിസ്റ്റേർഡ് ഓൺ ദ പ്ലാറ്റ്ഫോം. രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡർ ആർ ദി സെല്ലേഴ്സ്. നേരത്തെ മാർട്ടിൻ സാർ പറഞ്ഞ പോലെ ദീസ് ആർ MSME സെല്ലേഴ്സ്. അതായത് ഒരു തമ്പ് റോഡ് നോക്കുകയാണെങ്കിൽ 250 കോടി ടേൺ ഓവർ വരെയുള്ള എല്ലാ സ്ഥാപനങ്ങളും, വെദർ ഇറ്റ്സ് എ സർവീസ് എന്റർപ്രൈസ്, മാനുഫാക്ചറർ ഓർ എ ട്രേഡർ, വിൽ fall under this MSMEs. മൂന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡർ ആർ ദി ഫൈനാൻഷ്യൽസ്. ഫൈനാൻഷ്യൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദി എൻറ്റയർ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഓഫ് ദ കൺട്രി ലൈക്ക് എൻ ഇന്ത്യൻ ബാങ്ക്, SBI, യൂണിയൻ ബാങ്ക്, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ലൈക്ക് ആക്സിസ് ബാങ്ക്, യെസ് ബാങ്ക്, KVB, അതുപോലെ NBFCs വിത്ത് എ ഫാക്ടറിംഗ് ലൈസൻസ്, അതായത് SBI ഗ്ലോബൽ ഫാക്ടേഴ്സ്, ക്യാൻ ബാങ്ക് ഫാക്ടേഴ്സ്, ഇവരെല്ലാവരും പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റേർഡ് ആണ്. അപ്പം ഇൻവോയ്സ് സ്മാർട്ട് ആക്ട്സ് ആസ് ദി മിഡിൽ മാൻ ഇൻ ബിറ്റ്വീൻ ഓൾ ദീസ് 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പം none of the financiers will contact any of the sellers, none of the financiers will contact any of the buyers. എൻറ്റയർ രജിസ്ട്രേഷൻ നടക്കുന്നത് നമ്മൾ ഇൻവോയ്സ് സ്മാർട്ടുമായിട്ട് മാത്രമാണ്, ത്രൂ വിച്ച് യു ഗെറ്റ് ദിസ് ഫിനാൻസിങ്. നെക്സ്റ്റ്. പിന്നെ കുറേ റെഗുലേറ്ററി അനൗൺസ്മെന്റ്സ് വന്നായിരുന്നു. 2017 വേർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മേഡ് ഇറ്റ് കമ്പൽസറി ഫോർ PSUs ടു കം ഓൺ ടു ട്രെഡ്സ്. 2018 November 2 there was a gazette notification stating that എല്ലാ സ്ഥാപനങ്ങളും above 500 crore turnover should compulsorily register on TREDS. അതേപോലെ all PSUs, central PSUs have to compulsorily register on TREDS to make payment to their MSME vendors. അപ്പോൾ ഇത് 2018 ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയത്. അതിനുശേഷമാണ് we have seen a big I would say rush of corporates and PSUs on the TREDS platform. അപ്പം ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. ദിസ് ഇസ് കോൾഡ് ഇൻവോയ്സ് സ്മാർട്ട്. വി ആർ ദ ലാർജസ്റ്റ് ട്രെഡ്സ് പ്ലാറ്റ്ഫോം ഇൻ ദ കൺട്രി. സർ നേരത്തെ പറഞ്ഞ പോലെ ദർ ആർ 3 ലൈസൻസ് പ്ലെയേഴ്സ് ഇൻ ദ മാർക്കറ്റ് വിച്ച് RBI റെഗുലേറ്റ്സ്. അതിൽ വി ആർ വൺ ഓഫ് ദം ആൻഡ് വി ആർ ദ ലാർജസ്റ്റ്. അപ്പോൾ ഓണർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ജോയിന്റ് വെഞ്ചർ ബിറ്റ്വീൻ ആക്സിസ് ബാങ്ക്, അതേപോലെ ടാറ്റ സ്റ്റീൽ ആൻഡ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ 3 പേരും കൂടെ വന്നിട്ടാണ് ഈ പ്ലാറ്റ്ഫോം തുടങ്ങിയത്. അപ്പം ഞാൻ ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നെങ്കിലും ദർ ആർ 42 അതർ ബാങ്ക്സ് ഫോർ ഫിനാൻസിങ്. അപ്പം ആക്സിസ് ഒരു സ്റ്റേക്ക് ഹോൾഡർ മാത്രമേ ഉള്ളൂ. There are 42 other banks who are financing on the platform along with Axis Bank. Participants നോക്കിക്കഴിഞ്ഞാൽ we have close to, as on latest ഇപ്പോഴത്തെ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ almost 900 corporates including central PSUs are there on the platform. Almost 9,000 MSMEs are there who are spread across 28 states. Coverage നോക്കിക്കഴിഞ്ഞാൽ we are almost there across the country. ഒരുപക്ഷെ പാൻഡമിക് തുടങ്ങിയതിനു ശേഷം Tier 2 and Tier 3 MSMEs have been contributing very handsomely on the platform. They have been discounting their invoices. It's a complete digital journey. NPCI എന്ന് പറയുന്ന സ്ഥാപനം, which is a nodal agency of Reserve Bank of India, is doing the entire settlement on the platform. അപ്പം ഒരു MSME വെണ്ടറിനെ സംബന്ധിച്ച് he doesn't have to open a bank account with any bank. എവിടാണോ ബാങ്ക് അക്കൗണ്ട് ഉള്ളത് അവിടാണ് ഹി ഗിവ്സ് ദ ഡീറ്റെയിൽസ് അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ. അവിടാണ് നമ്മൾ ഇൻവോയ്സ് ഡിസ്കൗണ്ട് ചെയ്തിട്ട് പൈസ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇഫ് യു ലുക്ക് അറ്റ് ദ റിസ്ക് ആൻഡ് IT ഇൻഫ്രാസ്ട്രക്ചർ, വി ആർ ഇന്റഗ്രേറ്റഡ് വിത്ത് ദി ERPs ഓഫ് ഓൾമോസ്റ്റ് ഓൾ ദ കമ്പനീസ് ഹു ആർ രജിസ്റ്റേർഡ് വിത്ത് us. അതുകൊണ്ട് ഹ്യൂമൻ ഇന്റർവെൻഷൻ വളരെ കുറവാണ്. ആസ് സൂൺ ആസ് ERPയിൽ ഇൻവോയ്സസ് ആർ മാർക്ക്ഡ് അപ്പ് ഫോർ പേയ്മെന്റ്, ഇറ്റ് വിൽ ഡയറക്ട്ലി കം ഓൺ ടു ദ പ്ലാറ്റ്ഫോം ഫോർ ഡിസ്കൗണ്ടിങ്. ഏകദേശം 6 ലക്ഷം, ഓൾമോസ്റ്റ് 6.5 lakh ഇൻവോയ്സസ് ഹാവ് ബീൻ ഡിസ്കൗണ്ടഡ്. ആൻഡ് ഫിനാൻസിങ് നോക്കിക്കഴിഞ്ഞാൽ 86% ഫിനാൻസിങ് ഹാസ് ഹാപ്പൻ ടു മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ്, നോട്ട് ഈവൻ മീഡിയം.
മൈക്രോ ആൻഡ് സ്മോൾ ആണ് 86% ഫിനാൻസിങ് നടന്നിരിക്കുന്നത്. ആൻഡ് വി വർ ദ ഫസ്റ്റ് പ്ലാറ്റ്ഫോം ടു ക്രോസ് 10,000 crores in the country. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 16,000 crores ഓഫ് ഇൻവോയ്സസ് ഹാവ് ബീൻ ഡിസ്കൗണ്ടഡ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ. നെക്സ്റ്റ്. അപ്പം ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു കോർപ്പറേറ്റ് ഇപ്പം കൊച്ചിൻ മെട്രോ അല്ലെങ്കിൽ കൊച്ചിൻ എയർപോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ദേ ഹാവ് ടു രജിസ്റ്റർ ഒൺലി വിത്ത് ഇൻവോയ്സ് സ്മാർട്ട്. ദാറ്റ് ഇസ് എ പ്ലാറ്റ്ഫോം. MSME വെണ്ടറിനെ സംബന്ധിച്ച് ഹി ഹാസ് ടു രജിസ്റ്റർ ഒൺലി വിത്ത് ഇൻവോയ്സ് സ്മാർട്ട്. ഞാൻ ഈ പറഞ്ഞ 42 ബാങ്ക്സും ഓൾ ദ ഫിനാൻഷ്യൽസ് ഹാവ് ഓൾറെഡി ഡൺ എ രജിസ്ട്രേഷൻ വിത്ത് us. അപ്പം none of the financials will take any kind of document either from the buyer or the seller on the platform. It's a one-time registration. നാളെ ഒരുപക്ഷെ ഒരു seller is supplying to Cochin Metro. If he is already registered on the platform and there is another PSU, for example, Cochin Shipyard already നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. ഒരു സർവീസ് വെണ്ടർ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ ആൻഡ് കൊച്ചിൻ ഷിപ്പ്യാർഡ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ he doesn't have to register again. അപ്പം ഇനി രജിസ്ട്രേഷൻ നമ്മൾ ട്രെഡ്സിൽ നടക്കുന്നത് just like GEM is a one-time registration. And there's no multiple registrations happening. Next. അപ്പം കേരളം എല്ലാവർക്കും അറിയാം, ദീസ് ആർ ദ മേജർ ഇൻഡസ്ട്രീസ്. ഇപ്പം നമ്മുടെ MSMEs ഓൺ ദി പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ there are close to 1,000 MSMEs from Kerala who are spread across different PSUs like BPCL, ONGC, HPCL. അതുപോലെ അവിടെ ലൊക്കേറ്റ് ചെയ്തിരുന്ന ഫോർ എക്സാമ്പിൾ കേരളത്തിലെ കോർപ്പറേറ്റ്സ് ലൈക്ക് പാരഗൺ, സിന്തൈറ്റ്, ഏഷ്യാനെറ്റ്. അപ്പം ഇവരുടെ എല്ലാം MSME രജിസ്റ്റേഴ്സ് ആർ രജിസ്റ്റേർഡ് വിത്ത് us. And you would be surprised to see that even MSMEs registered in Gujarat who is supplying to any corporate in Kerala can discount their invoices without any collateral on the platform. അപ്പോൾ ഇതാണ് basically process. ആദ്യം any corporate or PSU buyer has to be onboarded on Invoice Smart. ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ ഫോം കാണും, ഒരു അഗ്രിമെന്റ് കാണും, ആസ് വെൽ as your KYC documents. ഇത് വെച്ചുകൊണ്ട് any corporate buyer can register on the platform. Immediately the corporate will recommend their MSME suppliers. അപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഡോക്യുമെന്റ് ആണ് that we collect from MSMEs for classifying them as an MSME. ഈ ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it takes hardly 3 to 4 days to get this certificate. It has become very simple now. കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് MSME അവിടെ കൊടുക്കേണ്ടതുണ്ട് ഉദ്യം പോർട്ടലിൽ. With that, within 2 days they will be getting the certificate. And Invoice Smart in the team will be assisting all these MSME vendors to get this registration of Udyam also. അപ്പോൾ MSME vendors-നെ onboard ചെയ്തതിന് ശേഷം there are 2 processes. അത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്ക്രൈബ് ചെയ്യാം. ഇറ്റ്സ് കോൾഡ് ഫാക്ടറിംഗ് ആൻഡ് റിവേഴ്സ് ഫാക്ടറിംഗ്. ഇവിടെ ആര് ഇൻട്രസ്റ്റ് ബെയർ ചെയ്യുന്നതനുസരിച്ചിരിക്കും the financing. For example, the corporate who is registered with us can also bear the interest, as well as the MSME can also bear the interest. രണ്ട് ഓപ്ഷൻസും Reserve Bank of India has made it available. All the state departments, even state government PSUs അല്ലെങ്കിൽ state government departments can also come onto the platform. അവർക്കും ഈ പറഞ്ഞ പോലെ MSME vendors-നെ to make the payment they can get registered onto the platform. നേരത്തെ സൂചിപ്പിച്ച പോലെ almost 42 banks are there discounting the invoices. And entire reports are automated. ഒരു ഡിസ്ബേഴ്സ്മെന്റ് നടന്നാൽ പോലും that disbursement report will directly go to the corporate as well as the MSME vendor. എന്നാണോ റീപേയ്മെന്റ് വരുന്നത് ആ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. ഏത് ഇൻവോയ്സ് ആണ് ഡിസ്കൗണ്ട് ചെയ്തത് ആ ഡീറ്റെയിൽസും will automatically flow through the system to your ERP or required person at the department. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ പ്രോസസ്. ഇത് സെല്ലർ അല്ലെങ്കിൽ MSME വെണ്ടർ ഇൻട്രസ്റ്റ് ബെയർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വൺസ് ദേ രജിസ്റ്റർ ഓൺ ഇൻവോയ്സ് സ്മാർട്ട് അവർക്കൊരു ലോഗിൻ ഐഡിയും പാസ്വേഡും കൊടുക്കും. ഈ ലോഗിൻ ഐഡിയും പാസ്വേഡും വെച്ചുകൊണ്ട് എനി സെല്ലർ സേ ട്രിച്ചിയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു MSME വെണ്ടർ ആണ് ഹു സപ്ലൈയിങ് ടു സേ കൊച്ചിൻ ഷിപ്പ്യാർഡ്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇസ് ഓൾറെഡി രജിസ്റ്റേർഡ് ആസ് എ ബയർ ഓൺ ദ പ്ലാറ്റ്ഫോം. ഈ ട്രിച്ചിയിൽ ഇരിക്കുന്ന സെല്ലർ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവരുടെ ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യും. ഈ ഇൻവോയ്സ് അപ്ലോഡ് ചെയ്താൽ ഉടനെ തന്നെ ബയർ, അതായത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ദി റിക്വയർഡ് പേഴ്സണൽ വിൽ ഗെറ്റ് എ നോട്ടിഫിക്കേഷൻ. അവർക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും, ഇതുപോലെ ഇൻവോയ്സ് വന്നു. അവരുടെ ഇമെയിലിലോ SMS ആയിട്ടോ ഒരു നോട്ടിഫിക്കേഷൻ വരും. ഇമ്മീഡിയറ്റ്ലി കൊച്ചിൻ ഷിപ്പ്യാർഡ് വിത്ത് ദെയർ ലോഗിൻ ഐഡി ആൻഡ് പാസ്വേഡ്, ബിക്കോസ് ദേ ആർ ഓൾറെഡി രജിസ്റ്റേർഡ് ഓൺ ദ പ്ലാറ്റ്ഫോം, അവർ വന്നിട്ട് ഈ ഇൻവോയ്സ് അക്സെപ്റ്റ് ചെയ്യും. ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യും. ദാറ്റ് ഈസ് വെൻ ഹി അക്സെപ്റ്റ്സ് ഇറ്റ്. ആ ഇൻവോയ്സ് അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ്ലി ദ ഫിനാൻഷ്യറിന് ഒരു നോട്ടിഫിക്കേഷൻ പോകും. ഇപ്പം 42 ബാങ്ക്സ് ഉണ്ടെങ്കിൽ 42 ബാങ്ക്സിനും ഈ നോട്ടിഫിക്കേഷൻ പോവും, അതായത് ബിഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ കൊച്ചിൻ ഷിപ്പ്യാർഡിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻവോയ്സ് ഈ 10-20 ബാങ്കുകാർ ഡിസ്കൗണ്ട് ചെയ്യും. അതായത് സേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കംസ് ആൻഡ് ബിഡ്സ് അറ്റ് 8% per annum.
immediately we can see a counter bidding by Union Bank of India, say at 7% per annum. Immediately you may see a private sector bank coming and aggressively bidding at say 6 or 5% per annum. അപ്പൊ ഈ ഒരു ബിഡിങ് കൗണ്ടർ ബിഡിംഗ് എന്ന് പറയുന്നത് വെറും 10 നിമിഷം, ഓൾമോസ്റ്റ് 10 മിനിറ്റ്സിനുള്ളിലാണ് ഈ കംപ്ലീറ്റ് ബിഡിങ് കഴിയുന്നത്. അതായത് ഇന്ന് സെല്ലർ ഇൻവോയ്സ് ഇട്ട് കഴിഞ്ഞാൽ വിത്തിൻ ഓൾമോസ്റ്റ് 10 to 20 minutes he will get the entire bids on the platform. Immediately സെല്ലറിന് നോട്ടിഫിക്കേഷൻ വരും ആൻഡ് he can accept the least bid. അതായത് ഈ സെല്ലർ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം 5% 5% per annum ആണ് ലീസ്റ്റ് കോട്ട് എങ്കിൽ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ സേ 1000 rupees എന്നുള്ള ഫിഗർ അവർക്ക് അവിടെ കാണാം. അതാണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ദർ ആർ നോ ഹിഡൻ ചാർജസ് ഇൻവോൾവ്. ദർ ആർ അബ്സല്യൂട്ട്ലി നോ ഹിഡൻ ചാർജസ്. ഈ റേറ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് അക്സെപ്റ്റൻസ് ബിഫോർ 4:30 PM നടക്കുകയാണെങ്കിൽ ബൈ ടുമോറോ ദ സെല്ലർ വിൽ ഗെറ്റ് ദി മണി ഇൻ ഹിസ് പർട്ടിക്കുലർ അക്കൗണ്ട്. അതായത് 100 രൂപ ഇൻവോയ്സ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് 10 രൂപയാണെങ്കിൽ 10 രൂപ ഡിഡക്ട് ചെയ്തിട്ട് 90 rupees വിൽ ഗോ ഇൻ ടു ഹിസ് വർക്കിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ സെല്ലറിനെ സംബന്ധിച്ച് he doesn't have to open account with any bank. Wherever the bank account is located, he can get the credit in that respective bank account. Slide കാണുന്നുണ്ട്. I think the slide is not visible. Slide visible അല്ല. Yes. Slide continue ചെയ്യാം. ഓക്കെ, അപ്പം സെല്ലറിന്റെ അക്കൗണ്ട് ഈ പറഞ്ഞ പോലെ പൈസ കറക്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യും. ആൻഡ് ഈ ഇൻവോയ്സിന് ഒരു ടെനർ ഓഫ് ഡിസ്കൗണ്ടിങ് ഉണ്ട്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് അലൗഡ് 180 days ടു ഡിസ്കൗണ്ട് ദി ഇൻവോയ്സസ് ഓൺ ദ പ്ലാറ്റ്ഫോം. അപ്പോൾ ഇത് റെഗുലേറ്റഡ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് അലൗഡ് എ പീരിയഡ് ഓഫ് 180 days. അതായത് ഒരു നോർമൽ ബിൽ ഡിസ്കൗണ്ടിങ് മാർക്കറ്റ് ഏതെങ്കിലും ഒരു ബാങ്കുമായിട്ട് ഡിസ്കൗണ്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ മാക്സിമം കിട്ടുന്ന 90 ദിവസം അല്ലെങ്കിൽ 120 ദിവസം. ഇവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് അലൗഡ് 180 days ഫ്രം ദ ഡേറ്റ് ഓഫ് അക്സെപ്റ്റൻസ്, നോട്ട് ഈവൻ ഡേറ്റ് ഓഫ് ഇൻവോയ്സ്. എന്നാണോ ഇൻവോയ്സ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് അന്ന് മുതൽ 180 ദിവസം വരെ ഡിസ്കൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം സെല്ലറിനെ സംബന്ധിച്ച് ഹി ഗെറ്റ്സ് ദി മണി ഇമ്മീഡിയറ്റ്ലി. ഇന്ന് ഇൻവോയ്സ് ഇട്ടു, നാളെ തന്നെ പൈസ കിട്ടി. ഒരു കോർപ്പറേറ്റ്, ഒരു PSU അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് ദേ ക്യാൻ എക്സ്റ്റെൻഡ് ദിസ് ക്രെഡിറ്റ് ടെനർ അപ് ടു 180 days. ദാറ്റ് ഇസ് ദ പവർ ഓഫ് ദ പ്ലാറ്റ്ഫോം. ആൻഡ് ഓൺ ദ 180th day ഈ പറഞ്ഞ PSU അല്ലെങ്കിൽ കോർപ്പറേറ്റിന്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ട് റെസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. ദാറ്റ് ഇസ് ഹൗ ദി സെറ്റിൽമെന്റ് ഇസ് ഡൺ. അപ്പോൾ ദിസ് ഇസ് എ സിമ്പിൾ പ്രോസസ് വെയർ സെല്ലർ ഇസ് ബെയറിംഗ് ദി ഇൻട്രസ്റ്റ്. ആൻഡ് യു വോണ്ട് ബിലീവ്, നമ്മൾ പല ഒരുപക്ഷെ RBIയുടെ പല ഈ പറഞ്ഞ MSME ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് പോകുമ്പോഴത്തേക്ക് പല MSMEs ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവർ പറഞ്ഞൊരു പ്രധാന കാര്യം, പണ്ട് അവർ കൊളാട്രൽ കൊടുത്തിട്ട് പല ഡോക്യുമെന്റ് കൊടുത്തിട്ട് 10-11% ഇൻട്രസ്റ്റിന് അവർ ഫിനാൻസ് അവൈൽ ചെയ്യുമ്പോഴത്തേക്ക് ട്രെഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ദേ ആർ ഗെറ്റിംഗ് ഫിനാൻസ് അറ്റ് അബൌട്ട് 3.5 അല്ലെങ്കിൽ 4% per annum. ദിസ് വാസ് നെവർ ഹേർഡ് ഓഫ്. അപ്പോൾ ഈ ഒരു കൗണ്ടർ ബിഡിംഗ് ഓഫ് ബാങ്ക്സ് കാരണമാണ് ഈ ട്രാൻസ്പെറൻറ്റ് ബിഡിംഗ് നടക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ റേറ്റ്സ് ആർ ഗെറ്റിംഗ് ഡിസ്കവേർഡ്. നൗ വൈ സച്ച് ലോ റേറ്റ്സ്? എനി ബാങ്ക് വിച്ച് ഇസ് ഫിനാൻസിങ് ഓൺ ദ പ്ലാറ്റ്ഫോം വിൽ ക്വാളിഫൈ ഫോർ എ പ്രയോറിറ്റി സെക്ടർ. അതായത് 100 രൂപ ബാങ്ക് ലോൺ മാർക്കറ്റിൽ കൊടുക്കുമ്പോഴത്തേക്ക് 40 രൂപ ഷുഡ് ഗോ ഇൻ ടു ദ സെക്ടർ കോൾ പ്രയോറിറ്റി സെക്ടർ. അത് അഗ്രികൾച്ചർ ആകാം, MSME സെക്ടർ ആകാം. അപ്പോൾ ഈ സെക്ടറിൽ ഫിനാൻസ് ചെയ്യുമ്പോഴത്തേക്ക് ദേ ക്യാൻ ഗോ ബിലോ MCLR. അതുകൊണ്ടാണ് സച്ച് ലോ റേറ്റ്സ് ആർ ബീങ് ഡിസ്കവേർഡ്. നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ ദിസ് വാസ് എ സിനാറി വെയർ സെല്ലർ ഇസ് ബെയറിംഗ് ഇൻട്രസ്റ്റ്. ഈ സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ മുമ്പിലത്തെ സ്ലൈഡ് ഇതിനകത്ത് ബയർ ആണ് ഇൻട്രസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് സേ കൊച്ചിൻ മെട്രോ വന്നിട്ട് ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യുന്നു പ്ലാറ്റ്ഫോമിൽ, ഉടനെ ഫിനാൻഷ്യൽസ് ബിഡ് ചെയ്യുന്നു. ഇഫ് കൊച്ചിൻ മെട്രോ വാണ്ട്സ് ടു ഗെറ്റ് എ ബെറ്റർ റേറ്റ്, അവരായിരിക്കും ഈ ബിഡ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അവർ ബിഡ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ സെല്ലർ, MSME വെണ്ടർ സിറ്റിംഗ് ഇൻ ട്രിച്ചി ഓർ എനി ലൊക്കേഷൻ വിൽ ഗെറ്റ് ദി 100% ഓഫ് ദി ഇൻവോയ്സ് എമൗണ്ട് ടു ഹിസ് വർക്കിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്നിട്ട് 90-180 ദിവസം എത്ര ടെനറിനാണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത് ആ ഓൺ ദി 180th day the Cochin Metro's account will get debited and the respective financial gets credited. അപ്പം ഈ ഒരു പ്രോസസ്സിൽ സെല്ലർ doesn't come into the picture at all. ഇവിടെ സെല്ലറിനെ സംബന്ധിച്ച് he just receives the money in his account wherever the account is located. അപ്പോൾ ഇവിടെ buyer, the entire control remains with the corporate or buyer to upload the invoice and make payment to the MSME vendor. അപ്പം ഈ രണ്ട് സിനാറിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ any corporate or any PSU can still continue with their working capital banker. നാളെ ഇപ്പോൾ ഒരു PSUവിനെ സംബന്ധിച്ച് he may be having ഒരു 5-6 banks for a financing option. In spite of all these working capital allowed by Reserve Bank of India, still they can come onto the platform and discount these invoices by taking the limits of all the banks.
അപ്പോൾ ഇതൊരു അൺസെക്യൂർഡ് ലിമിറ്റ് ആണ്, അൺഅഡ്വൈസ്ഡ് ലിമിറ്റ് ആണ്. There is no formal agreement between the bank and any of the corporates. They can still come and discount their invoices. Next slide. അപ്പോൾ എന്താണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു കോർപ്പറേറ്റിനെ സംബന്ധിച്ച് ഇറ്റ്സ് എ ഫ്ലെക്സിബിൾ റീപേയ്മെന്റ് ടേം. ഒരു വർക്കിംഗ് ക്യാപിറ്റലിന്റെ കൂട്ടല്ല, ദേ ക്യാൻ എക്സ്റ്റെൻഡ് ദ ക്രെഡിറ്റ് പീരിയഡ് അപ് ടു 180 days ആൻഡ് മേക്ക് ദ പേയ്മെന്റ് ടു ദ വെണ്ടർ ഇമ്മീഡിയറ്റ്ലി. ഇൻവോയ്സ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ തന്നെ MSME വെണ്ടറിന് പേയ്മെന്റ് നടത്താം, ആൻഡ് ദേ ക്യാൻ എക്സ്റ്റെൻഡ് ദ ക്രെഡിറ്റ് പീരിയഡ് അപ് ടു 180 days. പോയിന്റ് നമ്പർ 2, ഇറ്റ്സ് എൻ ഓൾട്ടർനേറ്റ് ആൻഡ് എഫിഷ്യന്റ് ഫണ്ടിംഗ് മെത്തേഡ്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ പോലും none of the, you don't require an NOC from any bank to avail this finance on TREDS platform. Every bank is on this platform. അതായത് ഏതൊരു ബാങ്ക് എടുത്ത് നോക്കിയാലും they are on the platform. You don't require an NOC from any of them. മൂന്നാമത്, ഇറ്റ്സ് കംപ്ലീറ്റ്ലി, നമ്മൾ ഏകദേശം ഒരു 6.5 lakhs ഇൻവോയ്സസ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. വി ഹവ് നോട്ട് റിസീവ്ഡ് എ സിംഗിൾ കംപ്ലൈന്റ് വെയർ none of the transactions have gone through. അതായത് എല്ലാ ട്രാൻസാക്ഷൻ happens seamlessly. NPCI, which is a nodal agency of Reserve Bank of India, ആണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് ഫോർ സീംലെസ് പേയ്മെന്റ്സ്. പിന്നെ ഇറ്റ്സ് എൻ ഏർലി പേയ്മെന്റ് ആസ് ഫാർ ആസ് എ ബയർ ഇസ് കൺസേൺ. നാളെ വിത്ത് എനി ഓഫ് യുവർ MSME വെണ്ടർ യു ക്യാൻ അവെയിൽ എ ബെറ്റർ പ്രൊക്യൂർമെന്റ് ടേം. അതായത് 90 ദിവസം പേയ്മെന്റ് നടത്തുന്നിടത്ത് യു ആർ മേക്കിംഗ് എ പേയ്മെന്റ് ഇൻ 10 or 15 days time. You can avail a cash discount from the vendors, or you can always demand a lower procurement cost. അപ്പം ദിസ് ഇസ് എ ബെറ്റർ സർവീസ് ദാറ്റ് യു ആർ ഗിവിംഗ് ടു ദി MSME വെണ്ടർ. ഒരു MSME സെല്ലറിനെ സംബന്ധിച്ച് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിൽ ഇറ്റ്സ് എ സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ. അതായത് ഒരുപക്ഷെ ഇഫ് ദേ ഹാവ് ടു വെയിറ്റ് ദി പേയ്മെന്റ് ഫോർ ഇൻവോയ്സസ് ഫോർ 90 or 180 days, അവർക്ക് ഇവിടെ ഇമ്മീഡിയറ്റ്ലി പേയ്മെന്റ് കിട്ടുകയാണ്. പിന്നെ ഇവിടെ എൻറ്റയർ റീകോഴ്സ് ഇസ് ഓൺ ദി കോർപ്പറേറ്റ്. ഇവിടെ ഒരു MSME വെണ്ടറിനെ സംബന്ധിച്ച് ദർ ഇസ് നിൽ ലയബിലിറ്റി. സിബിലില് അവരുടെ പേര് വരുത്തതേ ഇല്ല. ഇറ്റ് ഇസ് എ നിൽ ലോൺ ടു ദം. ഇതൊരു ലയബിലിറ്റിയോ ലോണായിട്ടോ ട്രീറ്റ് ചെയ്യത്തില്ല. ആസ് ഫാർ എസ് എ സെല്ലർ ഇസ് കൺസേൺ, ഇറ്റ് ഇസ് ജസ്റ്റ് എ ഡിജിറ്റൽ പേയ്മെന്റ് മെക്കാനിസം ഫോർ ദം. നിൽ റീകോഴ്സ് ആണ്. കൊളാട്രൽ എന്നൊരു കൊളാട്രൽ അല്ലെങ്കിൽ ഗ്യാരണ്ടി ഡോക്യുമെന്റ്സ് ഒന്നുമേ ഇല്ല നമ്മുടെ പ്ലാറ്റ്ഫോമിൽ. ഫൈനലി ഇറ്റ് ഇംപ്രൂവ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സപ്ലയേഴ്സ് ആൻഡ് ബയേഴ്സ്. ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ ബിഡിംഗ് ആണ് ഫ്രം ഫിനാൻഷ്യൽസ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതൽ ഏറ്റവും ഈവൻ ബാങ്ക് ഹെഡ് ക്വാർട്ടേഡ് ഇൻ കേരള ലൈക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓർ കാത്തലിക് സിറിയൻ ബാങ്ക്, ഈ പറഞ്ഞ ബാങ്കുകാരും they are very aggressive on the platform, bidding at 3.5 and 4% per annum rates, and these are the benefits. Next, idana some reputed PSUs, some corporates who are there on our platform who regularly use the platform. Next, ഇത് some of the PSUs ആണ്. ഇവരെല്ലാം വളരെ ആക്റ്റീവ് ആണ് പ്ലാറ്റ്ഫോമിൽ. ആൻഡ് ഈ ഈവൻ ഡിഫൻസ് PSUs ലൈക്ക് ഭാരത് ഡൈനാമിക്സ്, ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ ERP വഴി ഇൻറ്റഗ്രേറ്റഡ് ആണ്. Without even affecting their ERP system, we have some IT enabled enablers where it directly integrates to their ERP system. Invoice directly അവരുടെ സൈറ്റിൽ നിന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് വരും for financing, and MSMEs get paid on time. Next, ഇത് ബാങ്ക്സ് ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ലൈക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഈവൻ ഫോറിൻ ബാങ്ക്സ് ലൈക്ക് DBS, ADCB, ഷിനാൻ ബാങ്ക്, ഈ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, ഇവരും വളരെ അഗ്രസീവ് ആണ്. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്രൈറ്റീരിയ അനുസരിച്ച് ഈവൻ ഫോറിൻ ബാങ്ക്സ് ഹാവ് ടു ഡു എ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ആസ് ഫാർ as they have subsidiaries in India. അപ്പോൾ അവരെ സംബന്ധിച്ച് without having a branch in a rural location, അവർക്ക് immediately പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് they can take a call on strong corporates and still make payment to the MSME vendors. അത് കാരണമാണ് we see rates going as low as 3.5. I won't be surprised if even rates go below 3% on the platform in the days coming. Next, and ഇതിൽ I would say ഒരു വലിയ മൂവ് which is happening right now is Reserve Bank of India along with Government of India NBFCs-നെയും ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ഫാക്ടറിംഗ് ആക്ട് റെഗുലേഷനിൽ തന്നെ ഇപ്പം എനേബിൾ ചെയ്യാണ്. ഇത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 4 മാസം മുമ്പ് ബഡ്ജറ്റിൽ ഇറ്റ് വാസ് എ ബിഗ് ഡിസ്കഷൻ to include NBFCs on the platform. ഇപ്പോൾ NBFCs with a factoring license മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒക്കത്തുള്ളൂ along with banks. പക്ഷേ നാളെ ഫാക്ടറിംഗ് ലൈസൻസ് ഇല്ലാത്ത NBFCs can also participate. അങ്ങനെ വരുമ്പോഴത്തേക്ക് many NBFCs, I would say in India there are close to 6,000-7,000 NBFCs. കേരളത്തിൽ തന്നെ ഇപ്പം മുത്തൂറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പല NBFCs-നും they can come onto the platform and participate. We are just waiting for the regulation. One more big advantage is traders ne include ചെയ്തിട്ടുണ്ട് to classify as MSMEs. അപ്പോൾ they can also discount their MSMEs invoices. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ it's a digital onboarding process.
we have a team across the country. Vendors ne manage ചെയ്യാൻ വേണ്ടി we have a team across the country. So they will help in registration process. They will also parallelly help in the Udyam registration. Point number 2, it's an early payment to the MSME suppliers. InvoiceSmart ne sambandhiച്ച് we have the highest number of participants and we are the largest TREDS platform in the country. അതുകൊണ്ട് I would say all who are present here to make use of this platform. Jyotilal sir പറഞ്ഞ പോലെ it's an open market right now, and I would say along with the open market, it's a transparent market. കാരണം നാളെ ഒരു ബാങ്കുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ഹാവ് ടു അബൈഡ് ബൈ ദെയർ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അല്ലെങ്കിൽ അവർ പറഞ്ഞ റേറ്റിൽ വേണം നിങ്ങൾ ഫിനാൻസിങ് അവൈൽ ചെയ്യാൻ. പക്ഷേ ട്രെഡ്സിനെ സംബന്ധിച്ച് ഇറ്റ് ക്രിയേറ്റ്സ് എ ട്രാൻസ്പെറൻറ്റ് പ്ലാറ്റ്ഫോം. നാളെ ഒരു ബാങ്കിനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ആസ് ലോങ് എസ് യു ആർ ദെയർ ഓൺ ദ പ്ലാറ്റ്ഫോം, 42 ബാങ്കുകാരുണ്ടെങ്കിൽ 42 ബാങ്കുകാരും ഇൻവോയ്സ് ഡിസ്കൗണ്ട് ചെയ്യും. അല്ലെങ്കിൽ ഇറ്റ്സ് എ ട്രാൻസ്പെറൻറ്റ് ബിഡിംഗ് മെക്കാനിസം. അത് കാരണം ദർ ഇസ് എ കോമ്പറ്റീഷൻ ഓഫ് ബിഡിംഗ്, യു ഗെറ്റ് ദ ലീസ്റ്റ് റേറ്റ്സ് ഓൺ ദി പ്ലാറ്റ്ഫോം. So ഇതാണ് എൻ്റെ കോൺടാക്ട്. I basically am a native of Kerala. I sit in Chennai handling South. For any doubts, any contact for registration, etc., you can always give a call. That's Thank you, Mr. Krishna Kumar. He is General Manager from TREDS, Axis TREDS Limited, InvoiceSmart. ഇത് ഒരു പ്ലാറ്റ്ഫോമിന്റെ കാര്യമാണ് നമ്മൾ കേട്ടത്. ഇതേപോലെ 3 പ്ലാറ്റ്ഫോംസുകളുണ്ട്. വൺ Axis RXIL, മറ്റേത് M1 Exchange promoted by Mint Solution, RXIL promoted by നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും സിഡ്ബിയും കൂടിയാണ്. അങ്ങനെ 3 പ്ലാറ്റ്ഫോംസുകൾ അവൈലബിൾ ആണ്. ധാരാളം ചോദ്യങ്ങളുണ്ടെന്ന് അറിയാം. നമ്മൾ വിൽ കീപ് ഇറ്റ് ഫോർ ദ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ്. നൗ ഐ ഇൻവൈറ്റ്, നമ്മൾ ഓൾറെഡി ഹാഫ് ആൻ അവർ ഡിലേഡ് ആണ്. അടുത്ത നമ്മുടെ ഹൃദയഭാഗത്തിലേക്ക് പോവുകയാണ്. ഈ സെഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ അടുത്തതായിട്ട് പോവുകയാണ്. പ്രധാനപ്പെട്ട PSUസും വെണ്ടറും തമ്മിലുള്ള B2B സെഷന്റെ ആരംഭത്തിലേക്ക് ഞാൻ ശ്രീ സജി മാത്യു, അദ്ദേഹം AGM ഫ്രം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അദ്ദേഹത്തെ പ്രസന്റേഷനായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മാത്യു സർ. Yeah. Am I audible now? Yes, sir. Audible. Please carry on. Thank you so much for giving us this platform to put forward our needs. പറ്റിയാലൊന്ന് മലയാളത്തിൽ ചെറിയ വാക്കുകൾ ഉപയോഗിച്ചാൽ നന്നായിരിക്കും. For sure. Initially, ഞാൻ apologize ചെയ്യുന്നു. My Malayalam is not good. പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഞാൻ മലയാളം പറയാൻ ശ്രമിക്കാം. I take this opportunity to represent Food Corporation of India regional office, and ഞങ്ങള് 9 district offices ഉണ്ട് all across Kerala. നിങ്ങൾക്കറിയാമല്ലോ, COVID ടൈമില് one of the organization which has been working one of the organization which has been working rigorously, ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും പോലീസും അവരുടെ കൂടെ സമാനമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫുഡ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈസ് പാർട്ട് ഓഫ് ഇറ്റ്. ഓൾ ഇന്ത്യയിൽ ഞങ്ങൾ പാൻ ഇന്ത്യയിൽ ഞങ്ങളുടെ പ്രസൻസ് ഉണ്ട്. ഈ പ്രസൻസ് പ്രകാരം ഞങ്ങൾ പ്രൈം മിനിസ്റ്റർ PMJKY പ്രകാരം ഞങ്ങൾ ഫുഡ് ഗ്രെയിൻ എല്ലാ ആൾക്കാർക്ക് എത്തിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഞങ്ങളുടെ ഈ കഴിഞ്ഞ 1.5 വർഷം വളരെ റിഗറസ്ലി ആയിട്ട് ഞങ്ങളുടെ ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ 2 ഏരിയാസ് ഓഫ് 2 കൺസേൺ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി ഞങ്ങളുടെ റിക്വയർമെന്റ് എന്താണ്, ഏത് രീതിയിലാണ് ഞങ്ങൾ MSMEയുടെ ഇൻവോൾവ്മെന്റ് ത്രൂ GEM ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഈ വക കാര്യങ്ങൾ എൻ്റെ കൊലീഗ് അജയ് വിൽ ബ്രിങ് ബിഫോർ യു. 2 സ്ട്രഗ്ലിംഗ് ഏരിയാസ് എന്ന് പറയുന്നത്, നമ്പർ 1, we have been finding difficult to find a vendor giving us services in our offices, especially പലപ്പോഴും ഞങ്ങളുടെ നീഡ്, ഞങ്ങളുടെ പ്രൊക്യൂർമെന്റ് നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ആയാലും സർവീസസ് ആയാലും അവർ വരുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവിടെ ലോക്കലൈസ്ഡ് സർവീസ് തരാനുള്ളത്. ഈ ദിവസങ്ങൾ, എസ്പെഷ്യലി ഡ്യൂറിംഗ് ദിസ് കോവിഡ് ടൈം, വി ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് vendors to provide us the services or even to deliver us the goods. So ഞങ്ങൾ ആഗ്രഹിക്കുന്നത് maximum GEMler local vendors register ചെയ്യുക. And I am so delighted, I am so happy that there is an amazing initiative by MSME DI
to bring this MSMEs together. അവർക്ക് maximum നിങ്ങളുടെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഈ വക കാര്യങ്ങൾ കേട്ടതിന്. We are really obliged. Second area of struggle is നമ്മളെല്ലാവരും അറിയുന്ന മാതിരി ജെമ്മില് നമുക്ക് 25% ഒരു ടാർഗറ്റ് ഉണ്ട്. 25% should be procured by MSME. There is another subdivision which I wanted to highlight, especially with GEM Felicitator Manish. ഞങ്ങൾക്കൊരു ഡയറക്റ്റ് പർച്ചേസിന് വേണ്ടി ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്കൊരു ഫിൽട്ടർ ഉണ്ട്. We can go for STSC or even we can choose other filters available. പക്ഷെ ഇതിനകത്ത് ഈ സബ് ടാർഗറ്റ്സ് തന്നിരിക്കുന്നത് 4% STSC and 3% വുമൻ എന്റർപ്രനറിന് അവിടുന്ന് പ്രൊക്യൂർ ചെയ്യണമെന്നാണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ വുമൻ എന്റർപ്രനറുടെ ഒരു ഫിൽറ്ററുടെ ഒരു ഓപ്ഷൻസ് ഞങ്ങൾക്ക് ജെമിനകത്ത് വരാറില്ല. അത് പലപ്പോഴും ഞങ്ങൾ റേസ് ചെയ്ത ഒരു ഇഷ്യൂസ് ആണ്. അഗൈൻ ഐ എം റേസിംഗ് ദീസ് ഇഷ്യൂസ് ബിക്കോസ് വി ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ആരൊക്കെ ഈ വുമൻ എന്റർപ്രനറുടെ ആ ഒരു കാറ്റഗറി വരുന്നുണ്ട്. ഞങ്ങൾക്ക് ആ ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇല്ലാത്ത കാരണത്താൽ most of the time we are unable to achieve the targets, and our higher management is always keen on seeing that we achieve these targets. 3% through women and 4% through STSC, and altogether 25% of procurement from MSME. So these are some struggles as an organization we face. So idellam ഞങ്ങൾ ഈ വരും കാലങ്ങളിൽ we want this all to be clarified, clarified through your support, and we look forward for your greater association in the days to come. ഞങ്ങൾക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് പ്രൊക്യൂർ ചെയ്യുന്നത്, ഏതൊക്കെ ഏരിയസിലാണ് ഞങ്ങൾ ഇത് ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ ഇൻട്രസ്റ്റ് ഓഫ് അപ്രോച്ച് എന്തൊക്കെ ആയിരിക്കും എന്നുള്ള ഫർദർ ഡീറ്റെയിൽസ് my colleague Ajay will be putting these things forward before you. Thank you. ഗുഡ് മോർണിംഗ് ടു ഓൾ. സജി മാത്യു സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പം സമയം വളരെ കുറവായതുകൊണ്ട് ഏറ്റവും ബ്രീഫ് ആവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. എന്നാൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ശ്രമമാണ്. അപ്പോൾ ഇപ്പൊ നമ്മുടെ സ്ലൈഡ്സിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ FCAയിൽ നമ്മുടെ കേരള റീജിയൻ എന്ന് പറയുന്ന നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു റീജിയണൽ ഓഫീസ്, 9 ഡിസ്ട്രിക്ട് ഓഫീസുകൾ അല്ലെങ്കിൽ ഡിവിഷണൽ ഓഫീസുകൾ, പിന്നെ അതിന്റെ കീഴിൽ 23 ഡിപ്പോസ്, FCA ഓൺ ഡിപ്പോസ്. അപ്പൊ ഇതുപോലെ നമുക്ക് 10 ഓഫീസുകളിൽ നിന്നാണ് എഫക്റ്റീവ്ലി നമ്മൾ പർച്ചേസുകൾ നടത്തുന്നത്. അതായത് 9 ഡിവിഷണൽ ഓഫീസും ഒരു റീജിയണൽ ഓഫീസിൽ നിന്ന്. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു 3 സ്ലൈഡ്സിലായിട്ട് സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ടെന്റേറ്റീവ് സർവീസസ് ആണ്. ഇതൊരു വളരെ ചെറിയൊരു ലിസ്റ്റ് ആണ്. ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്, എന്നാലും ബ്രോഡായിട്ട് ഇനിഷ്യലി നമുക്ക് കിട്ടാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പം ഇതിൽ പറയുന്നത്. ഇതിൽ ഗുഡ്സ് ഐറ്റംസിൽ വരുന്നത് മെയിനായിട്ട് നമ്മുടെ ഒരു ക്വാളിറ്റി കൺട്രോൾ ഓപ്പറേഷൻസിന് വേണ്ടി വരുന്ന കെമിക്കൽസ് ആണ്. ഒന്ന് ഡെൽറ്റ മെത്രിൻ, മാലാത്തിയോൺ, അലുമിനിയം ഫോസ്ഫേറ്റ് ടാബ്ലറ്റ്സ്. അപ്പൊ ഇത് കൂടുതലും ഇപ്പൊ നേരത്തെ ഇത് പറഞ്ഞ പോലെ നമ്മുടെ കൂടുതൽ പ്രൊക്യൂർമെന്റും വരുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ കേരളത്തിലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സപ്ലയേഴ്സ് ഇതൊന്നും കിട്ടാറില്ല. അപ്പം അതിന് വേണ്ടി ഒരു ശ്രമം നടത്താനും കൂടെ ഇപ്പം നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ സ്റ്റോറേജ് സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ്, അതായത് നമ്മുടെ ഈ ക്വാളിറ്റി കൺട്രോൾ ഓപ്പറേഷൻസിൽ തന്നെ വരുന്നത് നമുക്ക് ഈ ക്രോസ് ലിങ്ക്ഡ് തെർമോപ്ലാസ്റ്റ് ഫ്യൂമിഗേഷൻ കവേഴ്സ്, അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻസിന് ഉള്ള കാര്യങ്ങൾ, ഇതെല്ലാം കുറച്ച് നമ്മൾ ലാർജ് സ്കെയിലിൽ തന്നെ നമുക്ക് വേണ്ടി വരും. അതുപോലെ തന്നെ കൂടുതൽ വരുന്നത് നമ്മുടെ ജൂട്ട് ഗണ്ണീസ്, പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിംഗ് മെറ്റീരിയൽസ്, ഡണ്ണേജ് മെറ്റീരിയൽസ്, ഡോർ നെറ്റ്സ്, അതുപോലെ പ്ലാറ്റ്ഫോം സ്കെയിൽസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇതൊരു ബ്രോഡ് ഇതാണ്. അപ്പൊ ഈ ലിസ്റ്റ് എന്തായാലും എനിക്ക് തോന്നുന്നു സാർ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഓപ്പറേഷൻ സ്പെസിഫിക് ആയിരുന്നു. പിന്നെ ഇത് സാധാരണ എല്ലാ എന്റർപ്രൈസുകൾക്കും ഉള്ളതുപോലത്തെ ഒരു ജനറൽ ഐറ്റംസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഡിജിറ്റൽ ഇതായതുകൊണ്ട് കമ്പ്യൂട്ടേഴ്സ്, പെരിഫറൽസ്, പിന്നെ ബാറ്ററീസ്, UPS ബാറ്ററീസ്, ഇൻവെർട്ടർ ബാറ്ററീസ്, അതുപോലത്തെ ഉള്ള എക്സെട്ര, അത് എല്ലാ ഫേംസിനും ഉണ്ടായിരിക്കും. അപ്പം അതിനോട്ട് കൂടുതൽ ഇത് ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് ഇലക്ട്രിക്കൽ ഐറ്റംസ്. ഇപ്പം നമ്മുടെ ഇപ്പൊ ഒരു 100% ജെമ്മിന്റെ അതിന് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ജെമ്മിലൂടെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള നമുക്ക് പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോഴും, ഇതുപോലെ സാർ നേരത്തെ പറഞ്ഞ പോലെ ഫിൽറ്റേഴ്സ് കൊടുക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ ജനറലി സെർച്ച് ചെയ്താൽ പോലും പല കാര്യങ്ങളും നമുക്ക് കിട്ടാറില്ല, അവൈലബിൾ ആകാറില്ല, അല്ലെങ്കിൽ വെൻഡേഴ്സ് ലോക്കലി അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറെ ഇപ്പോൾ ജനറൽ ഐറ്റംസ്, ഗ്ലാസ് ടംബ്ലർ, സോപ്സ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ടെക്സ്റ്റൈൽസിന്റെ ആൾക്കാരും ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ
അതുകൊണ്ട് നമുക്ക് ഈ ഇയർലി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ടവൽസ് ആയാലും അങ്ങനത്തെ കുറെ കാര്യങ്ങളും പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ജനറലി കുറച്ച് നമുക്ക് കസ്റ്റമൈസ്ഡ് സ്റ്റേഷനറി ഇപ്പൊ എല്ലാ ഓഫീസിലും ഉള്ള പോലെ തന്നെ നമുക്ക് നമ്മുടെ ഫയൽ കവേഴ്സ്, ഫേസിംഗ് ഷീറ്റ്സ്, അതുപോലെ തന്നെ നോട്ടിങ്സ് എക്സെട്ര ഒക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, A4 സൈസിലുള്ള പേപ്പേഴ്സ്, ഇതൊക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. പിന്നെ വരുന്നത് നമ്മുടെ സർവീസസ് ആണ്. സർവീസസിൽ ഇപ്പം നമ്മുടെ സജി മാത്യു സാർ ആദ്യമേ പറഞ്ഞത് തന്നെ നമുക്ക് പൊതുവേ ഒരു സർവീസസ് പൊതുവെ അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ നമ്മളിപ്പോൾ അതിനോട് മാക്സിമം നോക്കാനായിട്ട് കുറെ സർവീസസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ AMC ഓഫ് വേ ബ്രിഡ്ജസ്, അത് FCA സ്പെസിഫിക് ആണ്. നമ്മുടെ വേ ബ്രിഡ്ജസ് നമുക്കുള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ 23 ഡിപ്പോകളിലുള്ള വേ ബ്രിഡ്ജസ് ഉണ്ട്. അപ്പൊ ആ വേ ബ്രിഡ്ജസിന്റെ AMCയും അതിന്റെ അലൈഡ് ആക്ടിവിറ്റീസും വേണ്ടിയുള്ള കാര്യങ്ങൾ വേണം. അതുപോലെ തന്നെ ജനറൽ ഐറ്റംസ്, ബാക്കി ഇത് നോർമൽ ഓഫീസസ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. AMCs ഓഫ് ACs, ഫോട്ടോകോപ്പിയേഴ്സ്, EPBX, കമ്പ്യൂട്ടേഴ്സ്, പെരിഫറൽസ്, എക്സെട്ര. അപ്പൊ അതൊരു ആ ലിസ്റ്റ് ഒരു എക്സോസ്റ്റീവ് ആണ്. പിന്നെ ഇതിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മുടെ ജനറൽ കാര്യങ്ങൾ, അതായത് ഹൗസ് കീപ്പിംഗ് സർവീസസ്, സ്വീപ്പിംഗ് ആൻഡ് ക്ലീനിങ്, ഗാർഡനിങ്, ലാൻഡ്സ്കേപ്പിംഗ്, കേറ്ററിംഗ്, ടാക്സി ഹയറിംഗ്, അപ്പൊ ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ എവിടെയെന്നൊക്കെ നമുക്ക് സർവീസ് കിട്ടും എന്നുള്ളതിന്റെ ഒരു ക്വറി നമുക്കുണ്ടാവും. അതുപോലെ തന്നെ ഒരു കാര്യങ്ങൾ നമുക്കിപ്പോൾ AMC കൂടെ തന്നെ നമുക്ക് ഇൻഹൗസ് ആയിട്ട് ഒരു ഇലക്ട്രീഷ്യനും പിന്നെ കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്കിംഗ് ടെക്നീഷ്യൻ ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ഇതിനകത്ത് വരുമോ ഇല്ലയോ എന്നുള്ള ഒരു ഇതുകൊണ്ട്. താങ്ക് യു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബ്രോഡായിട്ടുള്ള നമ്മുടെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഒരു ക്വറി ഉണ്ടായിരുന്നത് കണ്ടു, അതായത് FCA റീജിയണൽ ഓഫീസ് എവിടെയാണെന്ന്. നമ്മുടെ റീജിയണൽ ഓഫീസ് ഇവിടെ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് യശോദാസപുരത്താണ് നമ്മുടെ റീജിയണൽ ഓഫീസ്. താങ്ക് യു. Thank you very much, sir. Yeah. It's a wonderful presentation and I hope പലർക്കും പ്രയോജനം കിട്ടിയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. കാരണം FCA 9 സബ് ഓഫീസുകളുണ്ട്, ഒരു റീജിയണൽ ഓഫീസ് ഉണ്ട്. അവരുടെ പലതരത്തിലുള്ള റിക്വയർമെന്റ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. Thank you very much for your simple presentation and please continue with us for question and answer session. Now I invite Sri Thuray Pandian. He is Chief Mechanical Engineer from Cochin Port Trust. He is now ready. Sir, please. Good morning, everyone. I am Thuray Pandian, Chief Mechanical Engineer from Cochin Port Trust. I welcome all the participants. I thank Sri Chako for arranging this program and MSME in particular. So we will go to the slides. Cochin Port Trust Metals Management Division welcomes you. Procurement details. The procurement through Metals Management Division are classified into two categories. Okay, stock items and non-stock items. Stock items are codified items regularly consumed by all the departments, and the specific items which has regular consumption. Non-stock items are procured as per the requirement from various users and items required for projects. Stock items overview. The stock items are nothing but the stationery items such as photocopying papers, file cases, and other office stationery which are required for our offices. Then paints and painting accessories. Electrical items such as cables, LED tube lights, bulbs, fans, etc. Plumbing materials, lubrication oils, greases, and other consumables. Then polypropylene ropes for our mooring work. When we are handling the ships, we want to moor it. So for that we require. The stock items, a minimum stock of these items are always kept in the stores, as you know, everyone. Whenever the stock reaches reorder level, we initiate procurement action. These are the items which we procure generally in stock items. These are the items for the information of vendors. The non-stock items I will explain. Apart from the stock items, metals are required by various sections by departments, and metals for various projects carried out by Cochin Port Trust are classified as non-stock items which are not regularly consumed. They are specific requirement. Some examples are spares for equipments and floating crafts, furniture items, security items, computers, and accessories. See, the annual purchase during the last financial year was stock items we purchased for approximately 2.1 crores. Non-stock items 2.16 crores. So procurement through GEM has not been significant in Cochin Port Trust because we have some difficulties which I will explain. Last year, only one purchase we could be doing with GEM, that is safety shoes we have purchased for a cost of 3.35 lakhs. I will explain the difficulty later. See, the procurement is done as follows for the information of vendors. If the estimated value is below 2 lakhs,
we go for manual quotations like conventional. We will send the RFQ. You will give the quotation in manual and drop it in the box. That is from 2 lakhs to 5 lakhs. We go for single cover or 2 cover. RFQ published in the website and Kionics website also. You have to quote through tender wizard. Then above 5 lakhs, e-tender, single stage 2 cover system, NIT and tender document are published in the Cochin Porters website, Kionics and Central Public Procurement Portal. We have the following floating crafts for the information of vendors. We have Grab Hopper Dredger Nehru Shatabdi, capacity 1500 cubic meter. Tugs, tugs are used for pulling and pushing the ships whenever they are navigated. The tugs are used to pull the ships from the berth, and as well as while berthing also they are used. We have 2 tugs owned by the port trust, Valarpadam and Vaipin. They are 45 ton bollard pull. Then pilot launch, the pilots have to go to the ship and operate the ship, as well as after leaving the ship, they have to come back. For that, pilot launch is used. That is categorized as 330 HP into twin engine. Then mooring launches, which is used for taking the rope from the ship to the tug and from the tug to the ship. That is called mooring launch. There are 5 mooring launches of 1 ton HP capacity: Gundu, Candle, Diamond, Chellanam, and Arur. Then skimmer cum buoy tender MV Venad. That is used for oil skimming. Suppose some oil spill is there, we use for oil spill removal, as well as it can lift 10 tons for any emergency.